വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. നമ്മളതൊരു എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുന്നുണ്ട് ആൾക്കാർ. പക്ഷേ അതൊരു ആഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവരും അവരുടെ ഡ്രീം ആയിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് മലയാളികളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് അവർക്കൊരു സ്വപ്നമാണ്, സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവുക എന്നുള്ളത്. 2000 സ്ക്വയർ ഫീറ്റിലൊരു വീടാണെന്ന് വിചാരിക്കാം. അതിന് ആവറേജ് ഒരു ആർക്കിടെക്റ്റിന് എന്ത് കോസ്റ്റ് വരും? അത് പറയാൻ പാടുണ്ടോന്ന് അറിയില്ല, പക്ഷേ ഇറ്റ്സ് പ്യുവർലി മാർക്കറ്റിംഗ് അല്ലേ. ഞാൻ എത്ര നന്നായിട്ട് എന്നെ മാർക്കറ്റ് ചെയ്യുന്നു, അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം ശരിക്കും ആരെയാണ് നമ്മൾ പോയി കോണ്ടാക്ട് ചെയ്യേണ്ടത്? പറഞ്ഞാൽ ശരിയാവുന്നില്ല. യൂണിയൻ ലേബേഴ്സ് ഉണ്ട്, അവർ ഇത്ര കട്ടയെ പണിയും, ഇതിന് കൂടുതൽ കട്ട പണിയാണ്, ഒരു കട്ടയ്ക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം, ഒരു ദിവസത്തെ ലേബർ. ഞാൻ പറയുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്നല്ല, വിശ്വാസം എത്രത്തോളം ഓരോരുത്തരെയും ബിലീഫ് സിസ്റ്റത്തിനനുസരിച്ച് വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കമ്പനിക്ക് ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടായിട്ട് കാര്യമില്ല. പണ്ടുള്ളത് പോലെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ മലയാളികളല്ലല്ലോ ഇപ്പോൾ കൂടുതലുള്ളത്, പുറത്തുനിന്ന് വന്ന അതിഥി തൊഴിലാളികളാണ്. അവരുടെ ഒരു സ്കിൽ ലെവൽ എത്രത്തോളം ഉണ്ട് നമ്മളെ ആളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? നമുക്ക് ശരിക്കും ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കറക്റ്റ് ഇത്ര മെറ്റീരിയൽ, അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിന് ഇത്ര മെറ്റീരിയൽസ് ആണ് വേണ്ടത്, ഇതിൻ്റെ കോസ്റ്റ് ഇങ്ങനെയാണ്, അങ്ങനെ കംപ്ലീറ്റ് ഒരു പ്ലാൻ ആക്കി ഒരു ബഡ്ജറ്റിനുള്ളിൽ തന്നെ ചെയ്തു പോകാൻ പറ്റുമോ? ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് ആരാണെന്നറിയോ? ഒരു മിഡിൽ ക്ലാസ് റേഞ്ചിലുള്ളവരാണ്. എല്ലാ ആർക്കിടെക്ട്സും ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണോ? എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു ആർക്കിടെക്ചർ സ്പേസ് ചെയ്ത് കഴിഞ്ഞാലും, കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാലും, ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ യൂസർ ഹാപ്പി ആയിരിക്കണം. അതായിരിക്കണം മോട്ടീവ്. ഹലോ ആൻഡ് വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് വോയിസ് ഓഫ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളുടെ കൂടെ ആർക്കിടെക്ചർ, കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈൻ, ഈ 3 ഫീൽഡിലെയും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ കൊടുക്കുന്ന ഓണസ്റ്റ് ആൻഡ് മർക്കാഡോ ഗ്രൂപ്പിൻ്റെ MD ആയിട്ടുള്ള അഫ്സലാണ് കൂടെ ഉള്ളത്. വെൽക്കം സർ. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, എന്താണ് ഈ ഓണസ്റ്റ് ആൻഡ് മർക്കാഡോ എന്നുള്ളൊരു പേരിൻ്റെ പിന്നിൽ? ഓണസ്റ്റോ ആൻഡ് മെർക്കാഡോ എന്ന കമ്പനിയുടെ പേര് കൊണ്ട് മീൻ ചെയ്യുന്നത്, വിച്ച് മീൻസ് ഓണസ്റ്റോ, ഇത് രണ്ടും ഒരു ഇറ്റാലിയൻ നെയിമാണ്. ഇത് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓണസ്റ്റോ മീൻസ് ഹോണസ്റ്റി, മെർക്കാഡോ മീൻസ് മാർക്കറ്റ്. സോ കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് ഞാനാണെങ്കിലും എൻ്റെ പാർട്ട്ണർ ഷബാബ്, ഞങ്ങൾക്ക് 2 പേർക്കും ആകെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മോട്ടീവ് എന്ന് പറയുന്നത് ട്രൂത്ത്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. സോ അത് പേരിലൂടെ റിസംബിൾ ചെയ്യണമെന്ന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പേരാണ് ഹോണസ്റ്റി. സോ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഹോണസ്റ്റ് മാർക്കറ്റ് മീൻസ് സത്യസന്ധമായ കച്ചവടം എന്ന് തന്നെയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ സർവീസിലും ഈ പേര് റിസംബിൾ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നെയിമിലേക്ക് നമ്മൾ എത്തുന്നത്. നോർമലി നമ്മൾ നോക്കുമ്പോൾ ആർക്കിടെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആളുടെ പേര് ആർക്കിടെക്റ്റ്, അല്ലെങ്കിൽ ഇന്നയാളുടെ പേര് ഇൻറ്റീരിയർ ഡിസൈൻ എന്നുള്ള രീതിയിലാണ് കാണാറുള്ളത്. അപ്പോൾ ഓണസ്റ്റ് ആൻഡ് മർക്കാഡോ എന്നുള്ള പേര് ഇടുമ്പോൾ വിചാരിച്ചു നിങ്ങളെ 2 പേരും റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലാണോ എന്ന് ആദ്യം. അത് ഞങ്ങൾ ബോധപൂർവം തന്നെ ചെയ്തതാണ്. നമ്മളെ കമ്പനിയുടെ പേരിൽ അറിയപ്പെടണമെന്നാണ് നമുക്ക് ആഗ്രഹം. ഒരു ഇൻഡിവിജ്വൽ നെയിമിൽ അറിയപ്പെടണം എന്നുള്ള ഒരു സ്വാർത്ഥത നമുക്കില്ല, ക്ലിയർലി പറയുകയാണെങ്കിൽ. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ കാരണം. ഷബാബ് ആണെങ്കിൽ പോലും, ഇപ്പോൾ ഞാൻ കമ്പനിയുടെ മാർക്കറ്റിങ്ങും സെയിൽസും ഹെഡ് ചെയ്യുന്നത്, ഷബാബിനെ നിങ്ങൾക്ക് ആർക്കും ലൈം ലൈറ്റിൽ കാണാൻ പോലും പറ്റില്ല. ബിക്കോസ് അവനത് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ബ്രാൻഡ് നെയിം തന്നെയാണ് നമ്മൾ എപ്പോഴും പുറത്ത് പറയാൻ ഉദ്ദേശിക്കുന്നതും അങ്ങനെ തന്നെ ഡെവലപ്പ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ശരിക്കും ആർക്കിടെക്ചർ ആണ്, ഇന്റീരിയർ ഡിസൈനിങ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്. ശരിക്കും നമ്മളൊരു വീട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് ആണെങ്കിലും അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം ശരിക്കും ആരെയാണ് നമ്മൾ പോയി കോണ്ടാക്ട് ചെയ്യേണ്ടത്? ഇപ്പൊ പലരും എഞ്ചിനീയറിന്റെ അടുത്ത് ഞാൻ പോയി, ആർക്കിടെക്ടിന്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ ഞാനൊരു കോൺട്രാക്ടർ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഫസ്റ്റ് ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? ഇപ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ വൈസുള്ള ഒരു എക്സ്റ്റെൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ വീട് നിർമ്മാണം എന്ന ഒരു ടോപ്പിക്ക് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പല ഘടനകളുണ്ടല്ലോ. അതിൽ ഇനീഷ്യലി വരുന്നതിൻ്റെ ഡിസൈനിങ് ആണ്, പിന്നെ വരുന്നത് അതിൻ്റെ എക്സിക്യൂഷനാണ്. സോ ഈ ഡിസൈനിങ് ഏരിയ പഠിപ്പിക്കുന്ന കോഴ്സാണ് ആർക്കിടെക്ചർ. സോ ഡിസൈനിങ്ങിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഏരിയയാണ് ആർക്കിടെക്ചർ, വിച്ച് മീൻസ് അറൗണ്ട് ഒരു 5 to 6 years ആണ് BArch എന്ന കോഴ്സ് വരുന്നത്. സോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈനിങ് ഇനീഷ്യലി നമ്മൾ ചെന്ന് അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു ആർക്കിടെക്റ്റിനെയാണ്. വീടല്ല, ബിൽഡിംഗ് അല്ല, എന്തൊരു സ്പേസ് ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ ഡിസൈൻ സ്പേസ് കംപ്ലീറ്റ്ലി വരുന്നത് ആർക്കിടെക്ട്സിൻ്റെ അതായത് ഇതിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ എന്ന് മാത്രമല്ല. ഇപ്പം ഒരു ആർക്കിടെക്ചർ സർവീസ് എന്ന് പറയുമ്പോൾ അതിൽ പ്ലാനിങ് വരുന്നുണ്ട്. പിന്നെ ഈ പ്ലാൻ ചെയ്ത സാധനം 3D വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ വീട് എങ്ങനെയാണ് അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇനീഷ്യലി വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു ക്ലാരിറ്റി തരും. അപ്പോൾ അത് ചെയ്യുന്നത് ആർക്കിടെക്ട്സ് ആണ്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഡീറ്റെയിൽഡ് വർക്കിംഗ് ഡ്രോയിങ് ആണ്. അതായത് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് വരെ ഒരുപാട് വർക്കിംഗ് ഡ്രോയിങ്സിൻ്റെ റിക്വയർമെൻറ്റ് നമുക്കുണ്ട്. സോ ഈ ഡ്രോയിങ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല, ടെക്നിക്കലി പറ്റില്ല. പ്രൊഫഷണലി നമ്മളൊരു പ്രൊജക്റ്റ് കൺവിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമാണ്. ഇതും ആർക്കിടെക്ചർ
റിക്വയർമെൻറ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പെർമിറ്റ് എടുക്കുക എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുമല്ലോ. അതായത് ഒരു വീടോ അല്ലെങ്കിൽ ഒരു സ്പേസിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ലോക്കൽ ബോഡി വിച്ച് മീൻസ് മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പെർമിറ്റ് എടുക്കണം. അതിന് നമുക്കൊരു ഡ്രോയിങ് മേക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ ഡ്രോയിങ് സൈൻ ചെയ്യേണ്ടത് 2 പേർക്ക് സൈൻ ചെയ്യുക. ഒന്ന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള എഞ്ചിനീയർക്ക് സൈൻ ചെയ്യുക, അതുപോലെ ആർക്കിടെക്റ്റിന് സൈൻ ചെയ്യുക. സോ നമ്മളൊരു ഒരു മോർ ഓവർ ഒരു കംപ്ലീറ്റ് ഡിസൈൻ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് അതോറിറ്റിയും റേറ്റും ഉള്ളത് ഒരു ആർക്കിടെക്റ്റിനാണ്. നമ്മുടെ മാർക്കറ്റിൽ അത് എഞ്ചിനീയേഴ്സ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് റെക്കമെൻഡ്. ഒരു കാരണവശാലും നിങ്ങൾ ഒരിക്കലും, കാരണം അവർ അതിനല്ല എഡ്യൂക്കേറ്റ് ആവുന്നത്. ഫീസിബിളി പറയുകയാണെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 പേപ്പറാണ് ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നുള്ളൂ. ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ അവർ 5 വർഷവും അത് തന്നെയാണ് പഠിക്കുന്നത്. സോ ബിൽഡ് ചെയ്യാൻ ഞാൻ പറയില്ല ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് പോകണമെന്ന്. ബട്ട് ഫോർ ഡിസൈനിങ് യു ഷുഡ് ഗോ ടു എൻ ആർക്കിടെക്ട്. ദാറ്റ്സ് 100% കമ്പൽസറി. എന്നാലാണ് നമുക്ക് പ്രൊഫഷണലി ഉള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. സോ അപ്പോൾ ഒരു വീട് ബിൽഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി പോകേണ്ടത് ആർക്കിടെക്റ്റിൻ്റെ അടുത്താണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആർക്കിടെക്ട് പിന്നെ വൺസ് ഡിസൈൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അടുത്ത സ്റ്റെപ്പ് ഇത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പം ആർക്കിടെക്ചർ നോർമലി ആർക്കിടെക്ചർ കോഡ് ഓഫ് കണ്ടക്റ്റിലൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാരണവശാലും ആർക്കിടെക്ട്സിന് കൺസ്ട്രക്ഷൻ കമ്പനിയോ അതായത് ഒരു കോൺട്രാക്ടിങ് ഫേം ഓൺ ചെയ്യാനുള്ള ഇതില്ല. അങ്ങനെയുണ്ട്, നോർമലി അങ്ങനെ പറയുന്നുണ്ട്. സോ ഒരു ആർക്കിടെക്ട്സും കോൺട്രാക്ടിങ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല, ആർക്കുമില്ല. അവരുടെ ഡിസൈൻ ഏരിയയിൽ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. പ്യുവർ ആർക്കിടെക്ട്സ് ഞാൻ പറയുന്നത്. സോ ചില കമ്പനികളിൽ ഇപ്പോൾ എൻ്റെ കമ്പനി ഒണസ്റ്റോ ആൻഡ് മെർക്കാഡോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 സെപ്പറേറ്റ് ഡിവിഷനാണ്. ആർക്കിടെക്ചർ ഒരു ഡിവിഷനാണ്, കൺസ്ട്രക്ഷൻ ഒരു ഡിവിഷനാണ്, ഇൻറ്റീരിയർ ഒരു ഡിവിഷനാണ്. ഇങ്ങനെ സെപ്പറേറ്റ് 3 ഡിവിഷൻ ആക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിലെല്ലാം അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് അതായത് ഹെഡുകളുണ്ട്. അവരെല്ലാം ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. ഇപ്പോൾ നമ്മുടെ സീനിയർ ആർക്കിടെക്ട് 16 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതുപോലെ പ്രൊജക്ട് ഹെഡ് ചെയ്യുന്നത് ഷബാബാണ്. ഇൻറ്റീരിയർ ഹെഡ് ചെയ്യുന്നത് വിനോദ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സ്റ്റാഫാണ്. ഇൻറ്റീരിയർ ഹെഡ് വരുന്നത് അദ്ദേഹത്തിന് 25 ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉണ്ട്. സോ നമ്മളിതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ഓക്കെ. സോ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ആദ്യം ആർക്കിടെക്റ്റിനെ പോയി കാണുന്നു, ഡിസൈൻ കിട്ടുന്നു, അതിനുശേഷം ഒരു കൺസ്ട്രക്ഷൻ കമ്പനീനെ അപ്രോച്ച് ചെയ്യുന്നു, കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിനുശേഷം ഇൻറ്റീരിയർ ഡിസൈനറുടെ അടുത്ത് പോകുന്നു. ഇത് ഈ 3 സൊല്യൂഷൻസും ഒരൊറ്റ ഒരു പോയിന്റിൽ കിട്ടുമെന്നുള്ളതാണ് ഓണസ്റ്റോ ആൻഡ് മെർക്കാഡോ ഓഫർ ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവില്ല. കാരണം വീട് നിർമ്മിക്കാൻ ആർക്കും പറ്റും. സോ അതൊരു കൺസ്ട്രക്ഷൻ കമ്പനി ആവാം, ഒരു കോൺട്രാക്ടർ ആവാം. റൈറ്റ്. ഇത് 2 ചോയ്സുകളുണ്ട്. പിന്നെ നമ്മളെ നാട്ടിൽ കൂടുതൽ സാധാരണ മേസ്തിരിമാരാണ്, അത് കോൺട്രാക്ടേഴ്സ് ആവുന്നത്. ഇത് ഏതൊക്കെ രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ലേബർ കോൺട്രാക്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന സാധനം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രദറിന് വീട് ഉണ്ടാക്കണമെന്ന് കരുതുക. അപ്പോൾ ബ്രദർ സാധനം മേടിച്ചു കൊടുക്കുന്നു, കോൺട്രാക്ടർ അത് ഉണ്ടാക്കുന്നു. ഇതാണ് ചെയ്യുന്നത് നോർമലി. അതിന് ലേബർ കോൺട്രാക്ട് എന്നാ പറയുക. ഈ ലേബർ കോൺട്രാക്ട് കൊടുക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലേബർ കോൺട്രാക്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും ഒരു എഞ്ചിനീയറുടെ കൺസൾട്ടേഷൻ എടുക്കണം. വിച്ച് മീൻസ് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടേഷൻ ആണ് അതിന് ടെക്നിക്കൽ ടേം പറയാം. പ്രൊജക്ട് മാനേജ് ചെയ്യാൻ ഒരു കൺസൾട്ടന്റിനെ ഹയർ ചെയ്യാം. അത് നിങ്ങൾക്ക് നാട്ടിലുള്ള ഒരു ലോക്കൽ എഞ്ചിനീയറെ സെലക്ട് ചെയ്യാം. പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടേഷൻ കൊടുക്കുന്ന കമ്പനിയെ നിങ്ങൾക്ക് ഹയർ ചെയ്യാം. അതല്ലേ ചില കോൺട്രാക്ട്, ഇപ്പോൾ നമ്മുടെ ഓണസ്റ്റോ ആൻഡ് മെർക്കാഡോയിൽ നമുക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടേഷൻ എന്നൊരു ഡിവിഷൻ തന്നെയുണ്ട്. അത് ഞങ്ങളുടെ കമ്പനി ചെയ്യുന്ന ആർക്കിടെക്ചർ പ്രൊജക്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കോൺട്രാക്ടിങ് സൈഡിലേക്കുള്ള ഒരു കൊട്ടേഷൻ ഞങ്ങൾ പ്ലേസ് ചെയ്യും. അത് കസ്റ്റമറെ മനസ്സിലാക്കിക്കൊണ്ട് പ്ലേസ് ചെയ്യുന്ന കൊട്ടേഷനാണ്. ചിലപ്പോൾ കസ്റ്റമർക്ക് അവരുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും കോൺട്രാക്ടിങ് കൊടുക്കണമെന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു ലേബർ കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടേഷൻ എടുക്കുക. എങ്കിൽ മാത്രമാണ് അത് എഞ്ചിനീയർ എടുത്താണ് എടുക്കേണ്ടത്. അതൊരു എഞ്ചിനീയർ, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള എഞ്ചിനീയർ ആണ് അത് ചെയ്യേണ്ടത്. ആ എഞ്ചിനീയറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥാപനമോ, പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമോ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ എന്താണോ ഡിസൈൻ ചെയ്തത് അതുപോലെ അത് ബിൽഡ് ചെയ്ത് കിട്ടും. നമുക്ക് ആവശ്യമില്ലാതെ വരുന്ന കുറേ ബഡ്ജറ്റ്, അതായത് മിസ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ലേബർ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ മെറ്റീരിയൽ നമ്മളാണ് മേടിച്ചു കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ എനിക്കൊരു വീട് ഉണ്ടാക്കണം, ഞാൻ ലേബർ കോൺട്രാക്ട് ആണ് കൊടുക്കുന്നത്. എത്ര മെറ്റീരിയൽ മേടിക്കണമെന്ന് എനിക്കറിയില്ല, എനിക്ക് ആ കോൺട്രാക്ടർ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആ കോൺട്രാക്ടർ ഒരു കുറച്ച് കാലം ഈ മേസ്ത്രി വർക്കൊക്കെ ചെയ്ത് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് വന്ന് പറയുന്നത്. അയാൾ പറയുന്ന ക്വാണ്ടിറ്റി ആസ് പെർ കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. സോ മെറ്റീരിയലിന് വരുന്ന നഷ്ടം നമ്മൾ ഫിനാൻഷ്യൽ ടേംസിലാണ് നമ്മൾ ലേബർ കോൺട്രാക്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കോളും. നമുക്ക് ശരിക്കും ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കറക്റ്റ് ഇത്ര മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിന് ഇത്ര മെറ്റീരിയൽസ് ആണ് വേണ്ടത്, ഇതിന്റെ കോസ്റ്റ് ഇങ്ങനെയാണ്, അങ്ങനെ കംപ്ലീറ്റ് ഒരു പ്ലാൻ ആക്കി ഒരു ബഡ്ജറ്റിനുള്ളിൽ തന്നെ ചെയ്തു പോകാൻ പറ്റും. 100% പറ്റും. ഇത് ടെക്നിക്കലി പോസിബിൾ. അതിനെ ഞാൻ പറഞ്ഞത് ഇനീഷ്യലി ഞാൻ പറഞ്ഞല്ലോ, ഒരു വർക്കിംഗ് ഡ്രോയിങ് വേണമെന്ന് പറഞ്ഞല്ലോ. ഈ വർക്കിംഗ് ഡ്രോയിങ് മേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. എത്ര ബ്രിക്ക് വേണം,
എത്ര ബാഗ് സിമെൻറ്റ് വേണം, എത്ര CFT സാൻഡ് വേണം, ഇതെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അത് ഡിറൈവ് ചെയ്തിട്ട് വേണം എസ്റ്റിമേഷൻ ചെയ്യാൻ. എന്നാൽ മാത്രമേ കാര്യങ്ങൾ കറക്റ്റ് ആവുള്ളൂ. ഒരു ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റർ എടുത്ത് നിങ്ങൾ ചെന്നിട്ട് ഇതെൻ്റെ ഡീറ്റെയിൽ ഡ്രോയിങ് ആണ്, ഇതെൻ്റെ വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ആണ്, എലിവേഷൻ ആണ്, എലിവേഷൻ്റെ സെക്ഷണൽ ഡ്രോയിങ്സ് ആണിത് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റർ എടുത്ത് കൊടുത്തിട്ട് പറയാണ് എനിക്കിത് ബിൽഡ് ചെയ്യാൻ ഇത്ര സാധനങ്ങൾ, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് റിക്വയർമെൻറ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻ ഡീറ്റെയിൽ ഇത്ര ബാഗ് സിമെൻറ്റ് വേണം, ഇത്ര കട്ട വേണം എന്നുള്ള കറക്റ്റ് ഓരോ സ്റ്റേജിലേക്ക് എത്ര വേണമെന്ന് വരെ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാമല്ലോ. അത് ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്ന ഒരു സ്ക്വയർ ഫീറ്റ് പ്രൈസിൽ അങ്ങോട്ട് കോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ നടക്കുന്നില്ല. അപ്പോൾ കസ്റ്റമർക്ക് ഒരു ഐഡിയ ഉണ്ടാവാൻ ഈ ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഫോളോ അപ്പ് ചോദിക്കട്ടെ, ഈ നമ്മളിപ്പോൾ ആർക്കിടെക്റ്റിനെ ഹയർ ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരു കമ്പനീനെയോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു കോൺട്രാക്ടറെ ഹയർ ചെയ്യുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് പോകുന്നത്. ഇവരുടെയൊക്കെ എത്രമാത്രം പ്രസൻസ് നമുക്ക് ശരിക്കും ഓരോ ടൈമിലും ഓരോ സ്റ്റെപ്പിലും ഉണ്ടാവും, പ്ലസ് ഇവർക്കൊക്കെ എങ്ങനെയാണ് ഒരു നമ്മളെങ്ങനെയാണ് പേ ചെയ്യേണ്ടത്, ഒരു പേ സ്കെയിലൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവരെ പേ സ്കെയിൽ വരുന്നത്. ഇപ്പം ഇതിൽ ഞാൻ ഇനീഷ്യലി പറയുകയാണെങ്കിൽ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാം. അത് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും തെറ്റില്ല. അതായത് ഡിസൈൻ സൈഡ് കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്തതിന് ശേഷം കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നതാണ് നല്ലത്. ബട്ട് ചില ആൾക്കാർക്ക് തിരക്കുണ്ടായിരിക്കും, ചില ആൾക്കാർ ഇൻറ്റീരിയർ ഇപ്പോൾ ചെയ്യേണ്ടെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ വൺസ് ആർക്കിടെക്ചർ സൈഡ് കംപ്ലീറ്റ് ചെയ്തു, വീടിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് തുടങ്ങുമ്പോൾ പാരലലി നിങ്ങൾ ഇൻറ്റീരിയറിൻ്റെ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യണം. അത് നിങ്ങൾ ആർക്കിടെക്ചർ ചെയ്ത ആർക്കിടെക്റ്റിനെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിക്കാം, അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ ഡിസൈനറെ കൊണ്ട് ചെയ്യിക്കാം. ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ററപ്റ്റ് ചെയ്യട്ടെ, എല്ലാ ആർക്കിടെക്ട്സും ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണോ? അങ്ങനെയല്ല. ഈ ആർക്കിടെക്ട്സ് എന്ന് പറയുന്നവർക്ക് ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ അവർ പഠിക്കുന്നുണ്ട്, അത് ചെയ്യുന്ന ആർക്കിടെക്ട്സ് ഉണ്ട്. ബട്ട് ഇന്റീരിയറിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ആർക്കിടെക്ട്സ് ഉണ്ട്. അതല്ലാതെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്റീരിയർ ഡിസൈനേഴ്സ് ഉണ്ട്. അതുപോലെ ഇന്റീരിയർ ഡിസൈൻ ഇപ്പം ഒരുപാട് ഡിപ്ലോമ കോഴ്സസ് ഒക്കെ ഇന്റീരിയർ ഡിസൈനിങ്ങിനൊക്കെ ഉണ്ട്, BRK അല്ലാതെ തന്നെ. അപ്പോൾ ഈ ഇന്റീരിയർ ഡിസൈനിങ് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഇപ്പോൾ ഡി ലൈഫ് പോലെയുള്ള കമ്പനികൾ. ഇപ്പം ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ഓണസ്റ്റോ ആൻഡ് മെർക്കാഡോയിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു ഇന്റീരിയർ ഹാൻഡ്ലിംഗ് ഡിവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ഇനീഷ്യൽ വീടിൻ്റെ ഫ്ലോർ പ്ലാൻ കംപ്ലീറ്റ് ആയി 3Dയിലേക്ക് പോകുമ്പോൾ തന്നെ പാരലലി ആ ഫ്ലോർ പ്ലാൻ കൊടുത്തുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ 3D സ്റ്റാർട്ട് ചെയ്യാം. ഈ 3D സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാണ് 3D ഇൻറ്റീരിയർ ഫൈനലൈസ് ചെയ്യേണ്ടത്, നിർബന്ധമായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഫൈനലൈസ് ചെയ്യേണ്ടത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ കോൺക്രീറ്റ് നടക്കുന്നതിന് മുൻപേ സീലിംഗിൽ നമ്മൾ നോർമലി പോയിന്റ്സ് കൊടുക്കുമല്ലോ. ഫോൾ സീലിംഗ് കൊടുക്കാതെ പോയിന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പോയിന്റുകളുടെ കാര്യം നമ്മൾ ആദ്യമേ ഡിസൈഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇപ്പോൾ വീടിൻ്റെ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉള്ള ഒരു വീടാണെന്ന് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട് പൈപ്പിംഗ് ആണ്. അതായത് വയറിങ് ചെയ്യാൻ വേണ്ടിയുള്ള പൈപ്പ് ഇടുക എന്നുള്ള പ്രോസസ്സാണ്. അത് ചെയ്യുന്നതിന് മുന്നേ ഇന്റീരിയർ ലോക്ക് ആയിരിക്കണം. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബെഡ് എവിടെ ഇടണം എന്ന് അറിഞ്ഞാലാണ് ബെഡിന്റെ അടുത്തുള്ള പോയിന്റ്സ് എവിടെയെന്ന് പറയാൻ പറ്റും. അത് അറിയാതെ ഇപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളിടത്ത് പോയിന്റ് കൊടുത്ത് ഇങ്ങനത്തെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഒന്നും ഇല്ലാതെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലാതല്ല, അത് സക്സസ്ഫുള്ളി ചെയ്യുന്നവരുണ്ട്. പക്ഷേ എന്തിനാ അങ്ങനത്തെ റിസ്ക് എടുക്കണം? ഇത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക്കൽ പോയിന്റ്സ് എവിടെയാണെന്ന് കറക്റ്റ് മനസ്സിലാക്കി അത് ചെയ്യാം. ഇതില്ലാതെ വരുമ്പോൾ എന്താ പ്രശ്നം? വീടിൻ്റെ ഇപ്പം എനിക്ക് റീസെൻ്റ്ലി നമുക്ക് വന്നൊരു എൻക്വയറി, വീടിൻ്റെ ടൈലിംഗ് വരെ കഴിഞ്ഞിരിക്കണം, പക്ഷേ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടില്ല. ഇപ്പം നോക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിൻ്റെ സെൻറ്റർ പോർഷനിലാണ് ബെഡ് ഇടേണ്ട സ്പേസിലാണ് വിൻഡോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കൊരു വീടിന് ഇപ്പോൾ ഒരു ബെഡിന് എനിക്കൊരു ഹെഡ് ബോർഡ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ എങ്ങനെ ആ വീട്ടിലെ വിൻഡോ ഓപ്പറേറ്റ് ചെയ്യും? അപ്പോൾ ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് ആദ്യമേ, അതാണ് ആഗ്രഹങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഡിസൈൻ ചെയ്യാൻ. ഇപ്പോൾ കൂടുതൽ ചില ആർക്കിടെക്ട്സ് ഉണ്ട്, അവർക്ക് ചില നിർബന്ധങ്ങളുള്ളവരുണ്ട്, ഞാൻ അതിലേ പോവുള്ളൂ എന്ന്. പക്ഷെ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. നമ്മളതൊരു എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുന്നുണ്ട് ആൾക്കാർ. പക്ഷേ അതൊരു ആഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാവരും അവരുടെ ഡ്രീമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് മലയാളികളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് അവർക്കൊരു സ്വപ്നമാണ്, സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം വളരെ ക്ലാരിറ്റിയോടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് സ്വപ്നമായിട്ട് ഇങ്ങനെ നിലനിർത്തി ഇപ്പോൾ ഇങ്ങനെ ചെയ്തു പോകുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഡിസൈനിങ് എന്ന് പറയുന്നത്, ഇൻറ്റീരിയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് ബിൽഡ് ചെയ്യാനും അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് ഉറപ്പായിട്ടും ഇത് ചെയ്യുന്നതിന് മുന്നേ ഫൈനലൈസ് ചെയ്യണം. ഇല്ല എങ്കിൽ ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റിൽ നമുക്ക് രണ്ടാമത് പൈപ്പിംഗ് ചെയ്യേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. അവിടെ ഈ വാളിൽ കിടക്കുന്ന സ്വിച്ച് പോയിന്റ് അപ്പുറത്തെ വാളിലേക്ക് കൊണ്ടുവരണം. എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യാതെ വഴിയില്ല. കാരണം ഇപ്പോൾ എല്ലാവരുടെ അടുത്തും മൊബൈലാണ്. ഇപ്പോൾ ഒരു ബെഡിൽ 2 പേര്, ഒരു ഹസ്ബൻഡും വൈഫും കിടക്കുന്നുണ്ടെങ്കിൽ 2 പേരുടെ അടുത്തും ഫോണാണ്. ഇപ്പോൾ ഒരു സൈഡിൽ മാത്രം ചാർജ് സോക്കറ്റ് കൊടുത്തിട്ട് കാര്യമില്ല, 2 സൈഡിലും കൊടുക്കണം. അപ്പോൾ ഈ ചാർജ് സോക്കറ്റ് ശരിക്കും നമ്മളെ സൈഡ് ടേബിളിൽ നിന്ന് 50 സെൻറ്റിമീറ്റർ ഉയർന്ന് വേണം എന്ന്
ബേസിക് റൂൾസ് ഒക്കെ പറയുന്നുണ്ട്. അത് ഓരോരുത്തരെ പ്രിഫറൻസിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ആദ്യമേ മനസ്സിലാക്കാൻ പറ്റണ്ടേ. ഇത് വെറും അപ്പോൾ അവിടെ കാണുന്നത് ഈ ഡിസൈൻ ചെയ്യാനുള്ള കോസ്റ്റാണ് പറയുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് പൊളിച്ച് ചെയ്യുന്നതിൻ്റെ 100-ൽ 1 അംശം പേയ്മെന്റ് വേണ്ട ഇതൊന്ന് ആദ്യമേ ഇംപ്ലിമെന്റ് ചെയ്യാൻ. എനിക്ക് മനസ്സിലാവുന്നത് ഇത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത് ആരാന്നറിയോ? ഒരു മിഡിൽ ക്ലാസ് റേഞ്ചിലുള്ളവരാണ്. അതായത് ഇപ്പം ഒരു ബഡ്ജറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 50 to 1 crore ഇടയിൽ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്തുകൊണ്ട് വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ അങ്ങനത്തെ നോളേജ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് കിട്ടാത്തതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന, നമുക്ക് വരുന്ന ഇന്റീരിയർ റിക്വയർമെന്റിൽ നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇന്റീരിയർ ഹെഡ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, സാർ ഇതൊന്ന് എന്തെങ്കിലും കാണിച്ച് ആരുടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ കസ്റ്റമർ എത്ര പേയ്മെന്റ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതൊരു കോൺട്രാക്ടർ ബേസിക്കലി ഇപ്പോൾ കൂടുതലും വീടിന്റെ പ്ലാൻ വരക്കുന്നത് കോൺട്രാക്ടേഴ്സ് ആണ്. ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അതാ സംഭവിക്കുന്നത്. അപ്പം അവരൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊജക്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ പ്ലാനിങ് സ്റ്റേജിൽ 100% അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് നിർമ്മാണവുമായിട്ടുള്ള 70% ഉത്തരവാദിത്തം കഴിഞ്ഞു. ക്ലാരിറ്റി കിട്ടി. പിന്നെ ഒരു ക്ലാരിറ്റിയോട് കൂടി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ബഡ്ജറ്റിന്റെ ഉള്ളിലേക്ക് മാക്സിമം കൊണ്ടുവരാൻ പറ്റും. ബഡ്ജറ്റ് അനുസരിച്ചാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ബ്രദർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു 70 lakhs ആണ് ബഡ്ജറ്റ്. ബ്രദറിന്റെ പേടി എന്തായിരിക്കും? 70 lakhs ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് 70 lakhsനുള്ള ഒരു 80 lakhsനുള്ള ഉണ്ടാക്കി തരും. 10 ലക്ഷം കൂടിയും കൂടുതൽ എങ്ങനെയെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്യുന്നുള്ള ഒരു ബോധം. ഇത് എല്ലാ മനുഷ്യന്മാർക്കും ഉള്ള ഒരു സെൽഫ് ഡൗട്ടാണ്. ഇപ്പം എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്യാൻ വന്നു വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഉണ്ടാവുന്ന ഒരു പേടി എന്താണ്? ഇവൻ എന്നെ പറ്റിക്കോ, ഇവൻ എൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ പേയ്മെന്റ് എടുക്കും. അപ്പം ഞാൻ ക്ലാരിറ്റി പറയാം, നല്ല കമ്പനികളെ നിങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു ആർക്കിടെക്റ്റിനെ നിങ്ങൾ പോയി സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡിസൈൻ ചെയ്യും. വീടിന്റെ എക്സ്റ്റീരിയർ എലിവേഷന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കൊടുക്കേണ്ട, ആവശ്യമില്ലാത്ത ഡിസൈൻസും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട, വീട് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബട്ട് അങ്ങനെ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. വെറുതെ പക്ഷെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലില്ലേ, എല്ലാരും പൊതുവേ പറയുന്ന കേൾക്കുന്നയാ. ഇപ്പൊ ഞാന് ഇത്ര 80 lakhsനായിരുന്നു പ്ലാൻ ചെയ്തത്. 91 crore വരെ പോയി. ഉണ്ടാക്കി ആ വന്നപ്പോ ഉണ്ടാക്കി വന്നപ്പോ അതുവരെ പോയി എന്ന് പറയുന്നത്. ഇപ്പൊ പല സമയത്തും ചിലപ്പം നമ്മള് ബിൽഡ് ചെയ്ത് വരുമ്പോ പിന്നെ ഓരോ റിക്വയർമെന്റ് കൂടിയിട്ട് ആ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അഫ്സൽ ബ്രോ പറയുന്നത് നമുക്ക് അതിന്റെ ഉള്ളിൽ നിർത്താൻ പറ്റുന്നുള്ളൂ. അതായത് 100 ഞാൻ 1000% ഉറപ്പ് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ഒരു റിക്വയർമെൻറ്റുമായിട്ട് വരുന്ന കസ്റ്റമറെ ഞങ്ങൾ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. ആദ്യം ആർക്കിടെക്ചർ സർവീസ് കൊടുക്കും. ഈ ആർക്കിടെക്ചർ സർവീസിന് നമുക്ക് ചാർജ് ഉണ്ട്. നമ്മളത് വെറുതെ ചെയ്യില്ല. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും പറയുന്നത് ഞങ്ങളാണ് വീടുണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചറിന് ഫീ ഇല്ല. ഒരിക്കലും അല്ല. ആർക്കിടെക്ചർ ഒരു സെപ്പറേറ്റ് സർവീസാണ് നമ്മുടെ കമ്പനിയിൽ. അത് ചെയ്ത് കഴിഞ്ഞ് അത് 100% ഓക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു മെറ്റീരിയൽ സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്. അത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളത് ക്ലയന്റിന് അയച്ചു കൊടുക്കും. ഒന്നില്ലെങ്കിൽ സൂം മീറ്റിങ്ങോ അല്ലെങ്കിൽ ഡയറക്റ്റ് മീറ്റിങ്ങോ എടുത്തിട്ട് കൺസ്ട്രക്ഷന്റെ ഫൗണ്ടേഷൻ മുതൽ കംപ്ലീഷൻ വരെ എന്തൊക്കെ മെറ്റീരിയലാണ് വരുന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യും. ഏതൊക്കെ ബ്രാൻഡ് വരുന്നുണ്ട്, അത് ബ്രാൻഡ് അനുസരിച്ച് സെലക്ട് ചെയ്ത് അപ്പോൾ വൺസ് ഈ മെറ്റീരിയൽ സെലക്ഷൻ എന്ന പ്രോസസ്സ് ലോക്ക് ചെയ്താൽ നമ്മൾക്ക് നമ്മളുടെ അടുത്തുള്ള പ്ലാൻ, എലിവേഷൻ, പെർമിറ്റ് ഡ്രോയിങ്, ഡീറ്റെയിൽ ഡ്രോയിങ്, ഇത്രയും ഡ്രോയിങ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് വന്നൊരു ഇൻസിഡൻറ്റ് നമ്മുടെ വൈപ്പിനിലുള്ള ഒരു കസ്റ്റമറാണ്. അദ്ദേഹത്തിന് നമ്മൾ ഈ ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ ഒക്കെ ചെയ്ത് കൊട്ടേഷൻ കൊടുത്തു. 98 ലക്ഷം രൂപയുടെ കൊട്ടേഷനാണ് ഞങ്ങൾ കൊടുത്തത്. അത് പുള്ളിക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊട്ടേഷൻ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇത് ഈ ഇനീഷ്യൽ പ്രസൻറ്റേഷൻ ഓഫ് കൊട്ടേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഡിസ്കഷനാണ്. ഈ ഡിസ്കഷനിൽ ഞങ്ങൾ പറയുന്ന പ്രൈസ് സാറിന് ഓവർഷൂട്ടഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇത് എങ്ങനെ കുറക്കണമെന്നും നമ്മൾക്കറിയാം. അങ്ങനെ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തു. ഇപ്പോൾ ആ പ്രൊജക്ട് ക്ലോസ് ചെയ്തുള്ള 81,95,000 റുപ്പീസിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സെയിം എലിവേഷൻ, ഒരു വ്യത്യാസവും ഇല്ല. ആകെ വ്യത്യാസം വന്നിട്ടുള്ളത് ചില ബ്രാൻഡുകൾ, പ്രോമിനൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകൾ നമ്മളെടുത്ത് ഒഴിവാക്കി. ചില ആവശ്യമില്ലാത്ത ചില മെറ്റീരിയൽസ് നിർബന്ധമില്ല, അത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് 98 ലക്ഷം രൂപയിൽ നിന്ന് 82 ലക്ഷം രൂപയിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ 16 ലക്ഷം രൂപ കുറക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ഈ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് പോസിബിൾ ആണ്. ഇപ്പൊ മെറ്റീരിയലിന്റെ ബ്രാൻഡ് മാറുന്നതനുസരിച്ച് ഇതിന്റെ ക്വാളിറ്റി എഫക്റ്റ് ആവുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും നമുക്ക് അത് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള ബ്രാൻഡുകൾ തന്നെ നല്ല റീസണബിൾ പ്രൈസിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ടൈലിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് കജാരിയാണ് തീർച്ചയായിട്ടും. അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് സൊമാനി, സിംപോളോ അങ്ങനെ പറയുന്ന ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അവരൊന്നും മോശമല്ല. ഇറ്റ് ബേസിക്കലി ഞാനത് പറയാൻ പാടുണ്ടോന്ന് അറിയില്ല. പക്ഷേ ഇറ്റ്സ് പ്യുവർലി മാർക്കറ്റിംഗ് അല്ലേ.
ഞാൻ എത്ര നന്നായിട്ട് എന്നെ മാർക്കറ്റ് ചെയ്യുന്നോ ഞാൻ അതായത് പ്രീമിയം എന്നുള്ളൊരു നമുക്ക് തന്നെ അല്ല അതിപ്പം ഫിറ്റിങ്സിലാണെന്നുണ്ടെങ്കിൽ ജാഗ്വറിന്റെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കജാറിയന്റെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു ഒരു പ്രൈഡ് എലമെന്റും ഇല്ല അവിടെ അതെ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ വേ ഓഫ് റെസ്പോൺസ് ഇപ്പൊ നമ്മളൊരു നല്ല ഒരു കമ്പനിയെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവരുടെ റെസ്പോൺസ് ഭയങ്കരമായിരിക്കും, നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. ഞാൻ അതിന് ഏറ്റവും എക്സാമ്പിൾ പറയുന്നത് ജാഗ്വർ ആണ്. സാനിറ്ററി ഫിറ്റിംഗ്സിൽ ജാഗ്വറിന്റെ സർവീസ് ഇറ്റ്സ് ഇമ്മൻസ്. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സർവീസ് രജിസ്റ്റർ ചെയ്തോ, സർവീസിന്റെ ടിക്കറ്റ് വന്നു 24 hours അവർ സോൾവ് ചെയ്തിരിക്കും. എനിക്ക് വേറെ പല ബ്രാൻഡുകളിൽ നിന്നും 7 ദിവസം 8 ദിവസമായിട്ടും വരാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് പ്രീമിയം ബ്രാൻഡ്സ്, പേര് ഞാൻ പറയുന്നില്ല. എനിക്ക് രാമനാട്ടുകരയിൽ നമ്മൾ ഡെലിവറി ചെയ്ത ഒരു പ്രൊജക്റ്റിൽ 2 ടോയ്ലറ്റിൽ നമ്മൾ കജാരി ചെയ്തു, 2 ടോയ്ലറ്റിൽ വേറെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡ് ചെയ്തു. നമ്മളൊരു വീട് താമസം കഴിഞ്ഞു, നമുക്കൊരു 2 years മെയിൻ്റനൻസ് വാറണ്ടി പീരീഡ് ഉണ്ട് നമ്മുടെ കമ്പനിയിൽ. നമ്മളൊരു 2 years മെയിൻ്റനൻസ് വാറണ്ടിയും 10 years സ്ട്രക്ചറൽ വാറണ്ടി നമ്മൾ എല്ലാ പ്രൊജക്റ്റിലും ഓഫർ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ത്രൂ ആയിരിക്കും എല്ലാ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസും നടക്കുക. സോ നമ്മളാണ് കമ്പനി. ക്ലയൻറ്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കും, നമ്മളത് നമ്മളെ ഭാഗത്തു നിന്ന് നമ്മുടെ സ്റ്റാഫ് പോയി ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ ചെയ്യും. അതല്ല അറേഞ്ച് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ കജാരിയിൽ വിളിച്ചു, ജാഗ്വറിൽ നമ്മൾ വിളിച്ചു, കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു, 8 മണിക്കൂറിൽ അവർ വന്ന് ക്ലിയർ ചെയ്തു. കോഴിക്കോട് ഡിവിഷൻ വന്ന് ക്ലിയർ ചെയ്തു. മറ്റേ ബ്രാൻഡിൽ 7 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ അറ്റൻഡ് ചെയ്തത്. അതൊരു പ്രോമിനന്റ് ബ്രാൻഡാണ്, അത് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തതല്ല കസ്റ്റമർ. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ സർവീസും കൂടി നിർബന്ധമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാർ എടുക്കുമ്പോൾ നമ്മൾ മാരുതി എടുക്കുന്നതിന്റെ ഒരു കാരണം, ഒന്ന് മാരുതി മാർക്കറ്റിൽ ഒരുപാട് വെൽ പ്ലെയർ ആണ്, ചീപ്പാണ് എന്നുണ്ടെങ്കിൽ പോലും അവരുടെ സർവീസ് അടിപൊളിയാണ്. ഇപ്പൊ എന്റെ കമ്പനിയിൽ 3 വെഹിക്കിൾ ഉണ്ട് എനിക്ക് മാരുതിയുടെ. ഞാനിത് മാരുതി ബ്രാൻഡിൽ നിന്നല്ല കേട്ടോ. പക്ഷേ എന്റെ വണ്ടിക്ക് സർവീസ് ആയ 10,000 കിലോമീറ്റർ ആയ അവരെ ഓഫീസ് അവിടെ വന്ന് കാർ എടുത്ത് കൊണ്ടുപോയി സർവീസ് ചെയ്ത് തിരിച്ചു കൊടുന്നു തരും. സർവീസിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാലും അത് ഫ്രീ ആയിട്ട് കൊണ്ടുപോയി ചെയ്തു തരും. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ. ഇപ്പൊ ഒരു വീട് താമസിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരുന്നാൽ തീർന്നില്ലേ? എത്ര വലിയ വീടുണ്ടാക്കിയാലും തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള പ്രോബ്ലംസ് ആണ്, ലീക്കേജ് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ചിലത് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടോയ്ലറ്റിലെ ഫ്ലഷ് ടാങ്ക്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഡ്രിപ്പ് ചെയ്യും. ഇത് ഒരു സിംഗിൾ പോയിന്റിൽ ചെന്ന് അത് ഓപ്പൺ ചെയ്ത് അതിലൊരു ലിഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയി. ഇത് അറ്റൻഡ് ചെയ്യാൻ ഒരാൾ വേണം. ഒരു ലൈറ്റ് ഇടുമ്പോൾ ലൈറ്റ് ഓൺ ആയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം. എനിക്ക് വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായത്, ഒരു ഇൻവേർട്ടറിന്റെ കണക്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലയന്റ്, കാലിക്കറ്റുള്ള ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഫ്സൽ ഇവിടെ കാര്യങ്ങളൊന്നും ശരിയല്ല, ലൈറ്റ് ഒന്നും കത്തുന്നില്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ക്ലയന്റിന്റെ അടുത്ത് പറഞ്ഞു, സാർ അവിടെ ഒരു സ്വിച്ച് ഉണ്ട് സാർ, അതൊന്ന് ഞാൻ പ്രൊജക്റ്റിൽ കൺവേർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, സാർ ആ ഇൻവേർട്ടറിന്റെ അവിടെ ഒരു സ്വിച്ച് ഉണ്ട് സാർ, അതൊന്ന് നോക്കും. ഞാൻ എല്ലാം നോക്കി, നടക്കുന്നില്ല. അപ്പോൾ പൊന്നാനിയിൽ എനിക്ക് സൈറ്റ് നടക്കുന്നുണ്ട്, ഞാൻ അവിടെ സൈറ്റ് എഞ്ചിനീയറെ കൊണ്ടുവന്നു കാലിക്കറ്റ്. എന്നിട്ട് അവൻ വന്നിട്ട് സ്വിച്ച് ഇട്ട് അവൻ തിരിച്ചു പോയി. പക്ഷെ അത് അറ്റൻഡ് ചെയ്യാൻ ഒരാൾ വേണം, അത് അദ്ദേഹത്തിന്റെ കൺസേൺ ആണ്, അദ്ദേഹത്തിന്റെ ഏരിയ അല്ല. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളത് പറഞ്ഞ് ശരിയായില്ല, അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, സോറി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷെ അത് നമ്മൾ ഭയങ്കര ഒരു ഇതായിട്ട് എടുക്കേണ്ട ആവശ്യം. തീർച്ചയായിട്ടും അവൈലബിൾ ആവണം. അപ്പൊ എന്റെ അടുത്ത് ചില കസ്റ്റമേഴ്സ് ചോദിക്കും, നിങ്ങൾ എറണാകുളത്ത് നിന്നിട്ട് നിങ്ങളെത്തും, ഇവിടെ ലോകത്തിന്റെ ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിൽ എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഏതൊരു കോൺട്രാക്ടറെ ചൂസ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് അവരുടെ അവൈലബിലിറ്റിയും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഫ്സൽ, നേരത്തെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ ഓൺ ആൻ ആവറേജ് ഇപ്പോൾ ഒരു 2000 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണെന്ന് വിചാരിക്കാം, അതിന് ഒരു ആവറേജ് ഒരു ആർക്കിടെക്റ്റിന് എന്ത് കോസ്റ്റ് വരും? അത് കൺസ്ട്രക്ഷൻ പോവാണെങ്കിൽ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ പോവാണെങ്കിൽ ആർക്കിടെക്ട്സിന്റെ കോസ്റ്റ് എല്ലാം ഡിഫറെന്റ് ആണ് കേട്ടോ. അത് നമുക്കൊരു പ്രൈസ് പറയാൻ പറ്റില്ല. കാരണം അത് ഇപ്പോൾ 400 റുപ്പീസ് സ്ക്വയർ ഫീറ്റിന് ചെയ്യുന്ന ആർക്കിടെക്റ്റിനെ എനിക്കറിയാം, പേഴ്സണലി അറിയാം. അതുപോലെ തന്നെ 100-150 റുപ്പീസിന് ചെയ്യുന്നവരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുന്ന ആർക്കിടെക്ട് ഷാജി വെമ്പനാടൻ വർഗീസ് വളരെ പ്രോമിനന്റ് ആർക്കിടെക്ട് ആണ്. നിങ്ങൾ എക്സ്ക്വയർഡ് ആർക്കിടെക്ട്സ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും, ഹീ ഈസ് വെരി ഫേമസ്. അദ്ദേഹത്തിന്റെ ഡിസൈൻസ് ഒക്കെ അടിപൊളി. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ട്രിവാൻഡ്രത്ത് അദ്ദേഹം റെസിഡൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ഭയങ്കര ഇമ്മൻസ് റെസിഡൻസ് ആണ്. അതിന് അദ്ദേഹത്തിന് എന്തോ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, ഓൾ ഇന്ത്യയിലെ ബെസ്റ്റ്. എനിക്കറിയാം, പേഴ്സണലി അറിയാം അദ്ദേഹത്തെ. അദ്ദേഹം 100 രൂപക്ക് ചാർജ് ചെയ്യണം, അദ്ദേഹത്തിന്റെ സർവീസ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഒരിക്കലും ഇല്ല. അദ്ദേഹത്തിന്റെ HNI കസ്റ്റമേഴ്സ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സെപ്പറേറ്റ് ഡിവിഷൻ ഉണ്ട്, അദ്ദേഹം ചെറുതായി ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ആർക്കിടെക്ട്സിന്റെ ഫീസ് അവരെന്തൊക്കെ സർവീസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ കമ്പനിയിലെ ആർക്കിടെക്ചർ സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ, എലിവേഷൻ, പെർമിറ്റ് ഡ്രോയിങ്, ഡീറ്റെയിൽ ഡ്രോയിങ്, ഈ 4 സർവീസാണ് ചെയ്തു കൊടുക്കുന്നത്. ഇത് ഇനീഷ്യലി ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ക്ലാസ് കസ്റ്റമർക്ക് അതിന്റെ ആവശ്യമുണ്ട്. ഇത് നിർബന്ധമായിട്ടുള്ള കാര്യം. ഈ 4 സർവീസാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ചില ആർക്കിടെക്ട്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ സൈറ്റ് വിസിറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്, അതിലൂടെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഡിങ് ഓൺ ദ റിക്വയർമെന്റ്സ് ദ പ്രൈസ് വിൽ ഗോ ഹൈ. ഓക്കെ. പിന്നെ
എല്ലാം ഒരു മാർക്കറ്റിംഗ് ആണല്ലോ. എനിക്ക് ആർക്കിടെക്ചർ സർവീസ് ചെയ്തിട്ട് എനിക്കൊരു പേയ്മെന്റ് ഉണ്ടാക്കേണ്ട റിക്വയർമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ കമ്പനിയുടെ കോളാണ്. അത് അങ്ങനെ ഞാൻ ആ ഒരു രീതിയിലാണ് ഞാൻ അതിന്റെ പ്രൈസിങ്ങിലേക്ക് പോകുന്നത്. പിന്നെ മോർ ഓവർ ഇതൊരു ഫിക്സഡ് പ്രൈസിങ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കേട്ടോ. ഒരു കസ്റ്റമർ റിക്വയർമെന്റ് ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഞാൻ പറയാം, 2500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് ഉണ്ടാക്കണം ഒരാൾക്ക്. ആ വ്യക്തിക്ക് 2500 5 ബെഡ്റൂം ഉണ്ടാക്കണ കുറേ റിക്വയർമെന്റ് ഉള്ള ഒരു ഡിസൈൻ പറഞ്ഞു റിക്വയർമെന്റ്. വേറൊരു വന്നിട്ട് ഒരു മിനിമൽ റിക്വയർമെന്റ് പറഞ്ഞു, 4 ബെഡ്റൂം അല്ലെങ്കിൽ 3 ബെഡ്റൂം എനിക്ക് ലിവിംഗ് വേണം, ബേസിക് റിക്വയർമെന്റ് ഉള്ളൂ. രണ്ടുപേർക്കും എനിക്ക് ഒരേ പ്രൈസ് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം രണ്ടുപേരിലും നമ്മൾ ചെയ്യേണ്ട വർക്കിന്റെ റിക്വയർമെന്റ്സ് കൂടുതലാണ്. ഇപ്പോൾ 5 ബെഡ്റൂം ഉള്ള റൂമിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് വർക്കിംഗ് ഡ്രോയിങ് ചെയ്യുമ്പോൾ ഈ 5 ബെഡ്റൂമിന്റെയും ഡീറ്റെയിലിംഗ് കൊടുക്കണം, അതിലുള്ള ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിന്റെ ഡീറ്റെയിലിംഗ് കൊടുക്കണം, എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട്. 5 ടോയ്ലറ്റ് ഉണ്ടായിരിക്കും, ടോയ്ലറ്റ് ലേഔട്ട് ചെയ്യണം. സോ ഇങ്ങനെ ഇതൊരിക്കലും ഒരു ഫിക്സഡ് പ്രൈസ് ആയിട്ട് പറയാൻ പറ്റില്ല. ഫിക്സഡ് പ്രൈസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്, ദാറ്റ്സ് ദെയർ കൺസേൺ, ബട്ട് ഐ ഡോണ്ട് പ്രിഫർ ദാറ്റ്. ഒരിക്കലും ഞാൻ പറയില്ല അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റുന്നു. സോ ബേസിക്കലി ഓണസ്റ്റ് മെർക്കാഡോ നിങ്ങളുടെ ഫേമിൽ നിങ്ങൾക്ക് ഈ 3 മെയിൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പം ഇതിൽ ശരിക്കും അഫ്സലിന്റെ റോൾ എവിടെയാണ് കൂടുതലായിട്ട് വരുന്നത്? ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, പിന്നെ അതുപോലെ HR, ഫിനാൻസ്, ഈ 3 ഡിപ്പാർട്ട്മെന്റ് ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പം എങ്ങനെയാണ് അഫ്സൽ ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത്? എന്താണ് ഇൻസ്പിറേഷൻ? എൻ്റെ ഇൻസ്പിറേഷൻ എൻ്റെ ബ്രദർ തന്നെയാണ്. ഞാൻ അവനെ 2010 മുതൽ അവൻ ഈ ബിസിനസ് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും അവൻ ഇനി ജീവിതത്തിൽ ഇതല്ലാതെ ഒരു പരിപാടി അവൻ ചെയ്യില്ല. എനിക്കത് വളരെ ഉറപ്പാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് ഡൗൺഫോളൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെ വന്നാലും നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാൻ അവനിൽ നിന്നാണ് പഠിച്ചത്. കാരണം ബിസിനസ്സാണ്, ഒരുപാട് പ്രശ്നങ്ങൾ വരും. എന്ത് പ്രശ്നം വരുമ്പോഴും അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരു സൈറ്റിൽ ഒരു പ്രോബ്ലം നടക്കുന്നു, നമ്മൾ ക്ലയന്റ് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരുന്നാൽ തീർന്നു, അല്ലേ? ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ഫോൺ അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. നമ്മുടെ ഭാഗത്താണോ തെറ്റ് അത് ക്ലിയർ ചെയ്യുക. എൻ്റെ ഈ കമ്പനിയിലേക്ക് ഞാൻ അവൻ്റെ കൂടെ ഇത് ജോയിൻ ചെയ്യാനുള്ള എൻ്റെ ഏറ്റവും വലിയ കാരണം ഷവാബ് തന്നെയാണ്. അവൻ്റെ പാഷൻ അത് എന്നിലേക്ക് തന്നെ സ്പ്രെഡ് ആയതാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അവനെക്കാട്ടും പാഷനേറ്റ് ആയിരിക്കും ചിലപ്പോൾ. മണി ഒരു മോട്ടീവായിരുന്നോ? ഒരിക്കലും അല്ല. അത് ഞാൻ ഒരിക്കലും മണി മോട്ടീവാണെങ്കിൽ ഞാൻ അത് പൂട്ടി പോകേണ്ട സമയം കഴിഞ്ഞു. കാരണം നമ്മൾ 2017 നമ്മൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം 2010 ആദ്യം നിങ്ങൾ പൊന്നാനിയായിരുന്നു. പൊന്നാനിയായിരുന്നു. 2010 മുതൽ 17 വരെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് മനസ്സിലായി ഒരു റൂറൽ ഏരിയയിൽ നിന്നിട്ട് ഒരിക്കലും ഇത് നമുക്കൊരു പാൻ ഇന്ത്യ ലെവലിലോ ഒന്നും വളർത്താൻ പറ്റില്ല എന്ന് നമ്മളെ ഐഡന്റിഫിക്കേഷനിൽ നിന്നാണ്. ഞാൻ 2016 ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഒരു 1 ഇയർ ഒരു 6 മന്ത്സോളം നമ്മൾ നാട്ടിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തത്. പക്ഷെ നാട്ടിൽ നിൽക്കുമ്പോൾ അറിയാലോ, അത് അങ്ങനെയാണ്. അത് നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. അത് വളരെ ഇന്റലിജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അവർ ചെയ്യുന്നു ബെറ്റർ ആയിട്ട്. പക്ഷെ എനിക്കത് ഇന്റലിജന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയില്ലായിരിക്കും. അതുകൊണ്ട് ഞങ്ങളത് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആകെ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വി ഹാവ് സ്റ്റാഫ് ഓഫ് 40+ സ്റ്റാഫ്സ് ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ. സോ ഇൻ എ പീരീഡ് ഓഫ് 7 years to 8 yearsലാണ് നമ്മൾ ഇത്രയും സ്റ്റാഫിന്റെ അഡീഷൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരിക്കലും എന്താ പറയുക, മണി മോട്ടീവായിട്ടാണെങ്കിൽ നമുക്കത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു പ്രോബ്ലം സൊല്യൂഷൻ ആണ് ബിസിനസ്സോ സർവീസോ എന്ന് പറയുന്നത്. മണി ഈസ് ഓൺലി എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ്. ഇഫ് വി ഫോക്കസ് ഓൺ ദ ബൈ പ്രൊഡക്റ്റ് ദെൻ ദ റിസൾട്ട് വോണ്ട് ബി ഗുഡ്. നമ്മളിപ്പോ ഒരു വീട് അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് ഒക്കെ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡ്രീം ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ ഒരു സോൾ അതിൽ വേണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ഇന്ന എലമെന്റ്സ് വേണം. പക്ഷെ ചിലപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതൊരു ബഡ്ജറ്റിന്റെ ഉള്ളിൽ നിൽക്കാതെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് അങ്ങനെ, അതായത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്ട് എന്നുള്ള രീതിയിലും വിത്തിൻ എ ബഡ്ജറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ ശരിക്കും? അല്ല, ആദ്യം ഈ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുന്നതും ബഡ്ജറ്റും തമ്മിൽ യാതൊരുവിധ ബന്ധമല്ല. ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ്സിലാണ് കാര്യം. ലക്ഷറി എലമെന്റ്സ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റീവ് ആവണം എന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പൊ ഈ റൂമിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ക്ലാഡിംഗ് സ്റ്റോൺ ആണ്, അല്ലെ? ബ്രിക്കിന്റെ ക്ലാഡിംഗ് സ്റ്റോൺ ആണ്. ഇത് ഇനീഷ്യലി നിങ്ങൾക്ക് ഈ ബ്രിക്ക് ഫിനിഷ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോർമൽ ബ്രിക്കിൽ ചെയ്തിട്ട് ഇതേ ഫിനിഷിൽ ചെയ്തെടുക്കാം. ബട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേബർ വേണമെന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം അനലൈസ് ചെയ്യാനും മുൻകൂട്ടി മനസ്സിലാക്കാനും പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബഡ്ജറ്റിൽ തീർക്കാൻ പറ്റും. എപ്പോഴാണ് ബഡ്ജറ്റ് എക്സീഡ് ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങളൊരു ബഡ്ജറ്റ് പറഞ്ഞു, ആ ബഡ്ജറ്റിലേക്ക് നമ്മൾ ബിൽഡ് ചെയ്ത് ഇടയ്ക്ക് ഇത് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അഭിപ്രായങ്ങൾ ഒരുപാട് വരും. അതായത് ഏറ്റവും രസകരമായിട്ടുള്ള, റോട്ടിലൂടെ ഒരാൾ പോകുമ്പോൾ അയാൾ വീടിന് നോക്കിയൊരു അഭിപ്രായം പറഞ്ഞാൽ അത് കസ്റ്റമറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സമയത്തിനനുസരിച്ച് മാറിക്കഴിഞ്ഞാൽ, നമ്മളൊരു ഡിസൈനിൽ ലോക്ക് ചെയ്യാതെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കില്ല. ഇപ്പം ഞാൻ ഒരു കോൺട്രാക്ടിങ് സൈഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ആർക്കിടെക്ചർ കഴിഞ്ഞു കൺസ്ട്രക്ഷനിലേക്ക് കയറുമ്പോൾ കൺസ്ട്രക്ഷണൽ കോട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറയും, സാർ ഒരിക്കലും വിചാരിക്കരുത് ഇതോടുകൂടി തീർന്നു എന്ന് വിചാരിക്കരുത്. ഇത് കൂടാതെ സാറിന് വേണ്ടി വരുന്നത് വീടിന്റെ കോമ്പൗണ്ട് വാൾ വർക്ക് ചെയ്യേണ്ടി വരും, ലാൻഡ്സ്കേപ്പ് ചെയ്യേണ്ടി വരും,
ഇൻറ്റീരിയർ ചെയ്യേണ്ടി വരും, ലൈറ്റ് പർച്ചേസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ സാറിന് എക്സ്ട്രാ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അത് നമുക്ക് ആദ്യമേ ഷൂട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ എല്ലാവരും 30 ലക്ഷം രൂപയ്ക്ക് ഇൻറ്റീരിയർ ചെയ്യുന്നവരുണ്ട്, 10 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നവരുണ്ട്. ഇത് എന്തിലാണ് ഇതിലെ വ്യത്യാസം? ഉപയോഗിക്കുന്ന മെറ്റീരിയലിലാണ് വ്യത്യാസം. വൈഡ് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കബോർഡ്സ് പ്രിപ്പയർ ചെയ്യാനും കിച്ചൺ യൂണിറ്റ്സ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലൈവുഡ് പ്ലസ് ലാമിനേഷൻ ആണ്. അതല്ലാതെ പിന്നെ ഇപ്പോൾ WPC യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ മൾട്ടിവുഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നു എന്നത് ബഡ്ജറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾക്ക് ആകെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത സാധനം ലേബറിൻ്റെ എമൗണ്ട് മാത്രമാണ്. അതിപ്പോൾ ഡെയിലി വൈസ് ലേബർ എമൗണ്ട് കൂടി വരുന്നുണ്ട്. എന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നത്, നമ്മളെല്ലാവരും പറയുന്ന ഇപ്പോൾ മാർക്കറ്റിൽ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻ വന്ന ഒരു സമയമുണ്ട് 2011 ഫോർ എക്സാമ്പിൾ. അത് പറയണ്ട, പക്ഷെ ഒരു കോവിഡിൻ്റെ മുൻപുള്ള ഒരു പ്രൈസ്, ശേഷമുള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നുണ്ട്. എനിക്കിപ്പോഴും സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു, കോവിഡിൻ്റെ മുൻപുള്ള പ്രൈസിൽ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. അതായത് സ്റ്റീലിൻ്റെ പ്രൈസ്, TMT സ്റ്റീലിൻ്റെ പ്രൈസ് 48-50 റുപ്പീസിൽ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ സ്റ്റീലിൻ്റെ പ്രൈസ് 68-70 നിൽക്കുമ്പോഴും അന്നും അതേ സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്യുന്ന കോൺട്രാക്ടർ ഇന്നും അതേ പ്രൈസിൽ സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്യുന്നു. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? ഇറ്റ്സ് നോട്ട് ഈവൻ പോസിബിൾ. മെറ്റീരിയലിൻ്റെ പ്രൈസ് 30% 40% ഇൻക്രീസ് ആയിട്ടും അത് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേഞ്ച്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ മെറ്റീരിയൽ സെലക്ഷൻ പ്രോസസ്സ് ഇപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾ അറ്റൻഡ് ചെയ്ത്, അയാൾ വേറൊരു കൺസ്ട്രക്ഷൻ കമ്പനിയെ കോൺട്രാക്ടർ എടുത്തോ ചെല്ലുമ്പോൾ അയാൾ അണ്ടർ കോട്ട് ചെയ്യുകയാണോ എന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റണം. അതില്ലാത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഞാൻ 1800 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിന് നിങ്ങൾക്ക് ലക്ഷറി ആയിട്ടൊരു വീട് ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാം എന്ത് 1800 ഇതേപോലത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കണ്ടിട്ട് വീണ് പോയൊരു കസ്റ്റമർ ഉണ്ട്. എന്നാലും നമ്മളൊന്ന്, ഇത് ചിലപ്പോൾ അവനക്ക് സംഭവിച്ചാണ്, എനിക്ക് സംഭവിക്കില്ല, എൻ്റെത് കറക്റ്റായിട്ട് നടക്കുമെന്നുള്ള ഒരു തോട്ട് എല്ലാവർക്കും ഉള്ളതാണ് പ്രശ്നം. അതൊരിക്കലും ഞാൻ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ട് പിന്നെ രണ്ടാമതും അത് പ്രശ്നമാണെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. സോ ഒരു ടൈം ഇനീഷ്യലി ഉള്ള ഈ സാധനം ഡെവലപ്മെൻറ്റ്, അതായത് കൺസ്ട്രക്ഷൻ്റെ ഫൗണ്ടേഷണൽ സ്റ്റേജ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് മുൻപേ ഒരു ക്ലാരിറ്റി വരുത്തുക. ക്ലാരിറ്റി ഇല്ലാതെ നമുക്കൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അഫ്സൽ, നമ്മളിപ്പോൾ മെറ്റീരിയലിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മുന്നേ ഉള്ള കാലത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഈ തറവാട്ടിലെ അമ്മമാർക്കൊക്കെ ഈ തേക്കിൻ്റെ അല്ല ഈട്ടീൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ആയിരുന്നല്ലോ മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ പുതിയ ന്യൂ ജെൻ വീടുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെയൊക്കെ യൂസേജ്, കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്, കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും പുതിയ കുറേ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. ഇതിന് ഈ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പിന്നെ വുഡിൻ്റെ കാര്യങ്ങളെക്കാളും കുറച്ചുകൂടി ഈസ്തെറ്റിക്കലി കുറച്ചുകൂടി കളർഫുൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻ സം വേ ബെറ്റർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് ഒരുപാട് ആൾക്കാർ സ്റ്റീൽ ഡോസിന്, അതെ നമ്മൾ സ്റ്റീൽ ഒരു പോഡ്കാസ്റ്റ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ ട്രെൻഡ് കാണുന്നില്ല ഈ പറഞ്ഞ. തീർച്ചയായിട്ടും. ഇപ്പം ഇന്നോവേഷൻ വളരെ അത് നിർബന്ധമാണ്. ഇപ്പോൾ എല്ലാ കമ്പനിയിലായാലും എല്ലാ കാര്യത്തിലായാലും ഇന്നോവേഷൻസ് നിർബന്ധമാണ്. ഇന്നോവേഷൻസ് വരുമ്പോൾ നമ്മൾ അതിനെതിരെ തിരിഞ്ഞു നിന്നിട്ടൊന്നും കാര്യമില്ല. അത് നമ്മൾ തിരിഞ്ഞു നിന്നാൽ നമ്മൾ തിരിഞ്ഞവിടെ നിൽക്കും, അവരെ വഴിക്ക് പോകും. അപ്പോൾ ഞാൻ പറയുന്നത്, സ്റ്റീൽ ഡോർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം കാര്യമല്ല. അത് മാർക്കറ്റിലുള്ള മരം ഒരിക്കലും പ്രശ്നം. ഇപ്പോൾ പഴയ തറവാടുകൾ എടുത്ത് നോക്കിയേ, അതിൻ്റെ മരങ്ങൾക്കൊന്നും ഇപ്പോഴും പ്രശ്നമില്ല. അത് എന്തുകൊണ്ടാണ്? നല്ല മരങ്ങളായിരുന്നു, നല്ല രീതിയിൽ സീസൺ ചെയ്തിരുന്നു, മരത്തിൽ വെള്ളം ഉണ്ടാവില്ല, നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാർപ്പൻറ്റേഴ്സാണ് ചെയ്തിരുന്നത്. അപ്പോൾ തച്ചന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവർ അടിപൊളിയായിരുന്നു. അത് പഴയ തറവാടുകൾ ഇല്ലങ്ങളൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? ഇപ്പോൾ തൃപ്പൂണിത്തുറ ഉള്ള അവിടെയൊക്കെ ഒന്ന് ചെന്ന് നോക്കിയാൽ ഫുൾ തേക്കാണ്. എന്താ പ്രശ്നം? ഒന്നും പ്രശ്നമില്ല. മരം ഉപയോഗിക്കുന്നത് പ്രശ്നമൊന്നുമല്ല. നല്ല മരം ഉപയോഗിക്കണം, മരം നല്ല രീതിയിൽ സീസൺ ചെയ്യണം, നല്ല കാർപ്പൻറ്റർ ബിൽഡ് ചെയ്യണം. ഇതുണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ മരത്തിന് വരുന്ന നോർമലി നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ചൂടും തണുപ്പും വരുമ്പോൾ മരത്തിന് കോൺട്രാക്ഷൻ റിലാക്സേഷൻ ഉറപ്പായിട്ടും വരും. കോൺക്രീറ്റ് റോഡിൽ ചെയ്യുമ്പോൾ വരെ എക്സ്പാൻഷൻ ജോയിന്റ് ഇടുന്നത് കണ്ടിട്ടില്ല, ബ്രിഡ്ജിൽ വരെ, അതിന് വരെ സംഭവിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഇപ്പോൾ വരുന്നുണ്ട്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി കസ്റ്റമർ കോൾ. നമ്മൾക്ക് എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലേ? ഇന്ന വുഡ് ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, UPVC ഉണ്ട്, WPCയുടെ ഡോർ അവൈലബിൾ ആണ് ഇപ്പോൾ. പിന്നെ ജാക്ക് വുഡ് എന്നൊക്കെ പറയുന്ന ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. അങ്ങനെ പല രീതി ഓഫ് വൈഡ് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി കസ്റ്റമേഴ്സ് കോൾ. ഇപ്പോൾ ഒരു ബ്രാൻഡ് വന്നിട്ട് പറയാണ്, ഞാൻ ഇത്ര വാറണ്ടി തരും എന്ന് പറയുമ്പോൾ എന്തിന് വാറണ്ടി തരുന്നു എന്ന് ചോദ്യം ചെയ്യണം. ഈ വാറണ്ടി ഗ്യാരണ്ടി എന്ന് പറയുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇത് ആകെയുള്ളൊരു പ്രോബ്ലം എന്താ വുഡിൻ്റെത്? അതൊരു നാച്ചുറലി എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു
പ്രൊഡക്റ്റ് ആണ്. അതിനൊരു കമ്പനിക്ക് ഒരിക്കലും വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. എങ്കിൽ പോലും അത് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ സ്റ്റീൽ ഡോർ എന്നൊക്കെ പറയുമ്പോൾ ഈ നോർമലി വുഡിനുണ്ടാവുന്ന കോൺട്രാക്ഷൻ അല്ലെങ്കിൽ വികസനം ചുരുങ്ങുക അങ്ങനത്തെ പ്രശ്നങ്ങൾ സ്റ്റീൽ ഡോറിന് ഉണ്ടാവില്ല. ബട്ട് മാർക്കറ്റിൽ സ്റ്റീൽ ഡോർ വന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഐ തിങ്ക് അറൌണ്ട് 5 to 6 ഇയേഴ്സേ ആവുന്നുള്ളൂ. ഭയങ്കര വൈഡ് സ്പ്രെഡ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങിയിട്ട്. കാരണം അത് ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ബട്ട് കറന്റ്ലി ദേ ആർ ഗിവിംഗ് ഇമ്മൻസ് നമ്പർ ഓഫ് ഡിസൈൻസ്, വെരി ആസ്തറ്റിക്സ്, അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് UPVC വിൻഡോസും പിന്നെ സ്റ്റീലിന്റെ വിൻഡോ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനൊക്കെ മാക്സിമം ഇപ്പോൾ സ്റ്റീലിന്റെ വിൻഡോക്ക് മാക്സിമം വരാൻ പറ്റുന്ന പ്രശ്നം എന്താണ്? തുരുമ്പ് എടുക്കുക എന്നുള്ളതാണ് അല്ലേ? അത് നല്ല പോലെ ട്രീറ്റ് ചെയ്തേ തുരുമ്പിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും. വലിയ വലിയ ഷിപ്പുകളും എല്ലാം ഉണ്ടാക്കുന്ന സ്റ്റീലിലാണ്. അപ്പോൾ വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് ഇന്നോവേഷനാണ്. ഇപ്പോൾ ബുർജ് ഖലീഫ ഉണ്ടാക്കിയിട്ടുള്ള എന്തിലാണ്? അത് പുഴിമണ്ണിൽ കൊണ്ടുപോയിട്ട് പൈലിംഗ് ചെയ്തിട്ട് ആ പൈലിങ്ങിലേക്ക് ഫുൾ ടൈം ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൊറോഷൻ വരാതിരിക്കാൻ. അത്രയും ഭയങ്കരമായിട്ട് ടെക്നോളജി വളരുമ്പോൾ ഞാനിവിടെ ഇരുന്നിട്ട് ഇല്ല മരം തന്നെ വേണം അല്ലെങ്കിൽ ഇന്നോവേഷനായിട്ട് പോകരുത് കാരണം ഇറ്റ്സ് കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ദ. അപ്പൊ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വളരാൻ പറ്റില്ല. ബട്ട് ഞാൻ പറയുന്നു ഇറ്റ്സ് കംപ്ലീറ്റ്ലി കസ്റ്റമേഴ്സ് കോൾ. ആസ് എൻ എഞ്ചിനീയർ അല്ലെങ്കിൽ ആസ് എൻ ആർക്കിടെക്ട്, ആസ് എ ഇന്റീരിയർ ഡിസൈനർ, വി ക്യാൻ എഡ്യൂക്കേറ്റ് ദം. അതാണ് നടക്കേണ്ടത്. നല്ല രീതിയിൽ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഡോണ്ട് കൺവിൻസ് ദം. എഡ്യൂക്കേറ്റ് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. ഇന്ന കാര്യങ്ങളാണ് സാറേ, ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതിന് ഇന്ന ഗുണങ്ങളുണ്ട്. ഇനി സാറിന്റെ കോളാണ്. സാറിന്റെ ബഡ്ജറ്റ് ഇതാണോ? സാറിന് ഇത് ചൂസ് ചെയ്യാം. സാറിന്റെ ബഡ്ജറ്റ് ഇല്ലേ, നമുക്ക് അടുത്ത മെറ്റീരിയൽ യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ എൻ്റെ ഓഫീസിൽ ഇന്റീരിയർ ചെയ്യുമ്പോൾ പ്ലൈവുഡ് പ്ലസ് ലാമിനേറ്റ് ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ലാമിനേറ്റഡ് ബോർഡ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഓൾറെഡി ലാമിനേറ്റ് ചെയ്ത് വരുന്ന ഡിസൈൻസിലുള്ള ഇപ്പോൾ ഈ ടേബിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മൾ പ്ലൈവുഡ് ചെയ്തതിന് മുകളിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്, എഡ്ജ് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ചെയ്ത് വരുന്ന പ്രീ ലാമിനേറ്റഡ് ബോർഡ്സ് ഇവിടെ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. അത് ചെയ്താൽ മതി. അത് നമ്മുടെ റിക്വയർമെന്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഈ ട്രാൻസിഷൻ നമ്മൾ പറഞ്ഞല്ലോ പഴയതിൽ നിന്ന് പുതിയ കാലത്തേക്ക്. ഇപ്പൊ അതുപോലെ ഒരുപാട് അതായത് ഗ്ലാസിന്റെ യൂസേജ് ഭയങ്കരമായിട്ട് കൂടിയത് കണ്ടിട്ടുണ്ട്. അതായത് വീട്ടിൽ കൊടുക്കുന്ന ഡിസൈൻസിലെ ഗ്ലാസ് നമ്മള് പണ്ട് മറ്റേ ബ്രിക്സ് വെച്ചിട്ട് ചെയ്തോണ്ടിരുന്ന വാള് കംപ്ലീറ്റ് മാറി അതില് ഗ്ലാസും. എനിക്ക് തോന്നുന്നു പുറത്തുനിന്നുള്ള നമ്മുടെ അതെ എല്ലാം ഇൻഫ്ലുവൻസ് എല്ലാം ആണ് എല്ലാം കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് അത് തന്നെയാണ് അതെ. തീർച്ചയായിട്ടും. അപ്പൊ അത് പക്ഷെ നമ്മുടെ ഒരു വെതറും ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ട് ചെയ്യണമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ല, വലിയ വിൻഡോസും ഗ്ലാസും കൊടുക്കുന്നതൊന്നും കറക്റ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കുറച്ച് കൺസേൺസ് ഉള്ള ഒന്ന് സേഫ്റ്റി ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ അതുപോലെ തന്നെ എനർജി കൺസപ്ഷൻ ഭയങ്കര കാര്യമല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു AC ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓഫീസിൽ AC എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിനൊരു കാൽക്കുലേഷൻ മെത്തേഡ് ഉണ്ട്. HVAC, ഹീറ്റിംഗ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് കാൽക്കുലേഷൻ എന്നാണ് പറയുക. ഈ കാൽക്കുലേഷൻ നടത്തുമ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ പ്രസൻസ്, അവിടെ ഉപയോഗിക്കുന്ന ഫർണിച്ചേഴ്സിന്റെ പ്രസൻസ്, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ പ്രസൻസ്, അതിന്റെ യൂസേജ്, പിന്നെ പുറത്തുനിന്നുള്ള സൺലൈറ്റ് എത്രത്തോളം വരുന്നുണ്ട്, ഇതൊക്കെ നോക്കിയിട്ടാണ് കൂളിംഗ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു കംപ്ലീറ്റ് വലിയ വിൻഡോ ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ള ഒരു ഹാൾ ഡൈനിങ് സ്പേസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ലിവിംഗ് സ്പേസ് കൺസിഡർ ചെയ്യുക. അവിടേക്ക് സൺലൈറ്റ് നല്ല രീതിയിൽ നമ്മൾ കേർട്ടൺ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു നോർമൽ ഫാൻ ഇട്ട് ഇരിക്കാൻ പറ്റില്ല. നോർമൽ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ 24 AC ഇട്ട് നമുക്ക് 20ലേക്ക് ഇടേണ്ടി വരും. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി റിക്വയർമെന്റ്. ഇപ്പോൾ എനിക്കത് വേണം, എനിക്കത് അഫോർഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, വി ഷുഡ് ഗോ ഫോർ ദാറ്റ്. അത് ഗ്ലാസ് കൊടുക്കുന്നത് കൊണ്ട് ഗ്ലാസിന്റെ മെയിൻ്റനൻസ് ആണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ വീടിന്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ പെർഗോള ഗ്ലാസസ് ഇടും. അത് ആര് ക്ലീൻ ചെയ്യും? ഇപ്പോൾ കൂടുതൽ വീടുകളും അച്ഛനും അമ്മയും ഉണ്ടാവും, അവർ ഗൾഫിൽ പോകുന്നു. പക്ഷെ അത് തരുന്ന ലൈറ്റിംഗ് അടിപൊളിയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആര് ക്ലീൻ ചെയ്യുമെന്ന ചോദ്യമല്ലേ. അപ്പൊ അതിനൊരു മെയിൻ്റനൻസ് സൊല്യൂഷൻ നിങ്ങളെടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. എനിക്ക് ഇപ്പൊ തോന്നുന്നു വലിയ നമ്മള് ബിൽഡിങ്ങിൽ വീട് പ്ലാൻ ചെയ്യുമ്പം ആ ഒരു മെയിൻ്റെനൻസിന്റെ കാര്യം കൂടി, അതായത് നമ്മൾ ആ പ്ലാൻ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഭംഗി, അല്ലെങ്കിൽ ഒരു നമ്മൾ ഹൗസ് വാമിങ്ങിന് ഒരു വീടിൻ്റെ ഉള്ളിൽ പോകുന്നതും ഒരു 6 months കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പം നമ്മൾ പല കാര്യങ്ങളും ഫേസ് ചെയ്യുന്നുണ്ടാവില്ലേ, ഇഷ്യൂസ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും ഈ പ്ലാനിങ് ടൈമിൽ തന്നെ ഈ കാര്യങ്ങള്? അതെ, ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുതലും കണ്ടംപററി ഡിസൈൻസ് വരുന്നുണ്ട്. ഈ കണ്ടംപററി ഡിസൈൻസ് ഒരിക്കലും മോശമാണെന്ന് ഞാൻ പറയില്ല. കണ്ടംപററി ഡിസൈൻസ് പ്രോബ്ലം ആവുന്ന എപ്പോഴാണ്? വീടിന്റെ മുകളിൽ വീഴുന്ന വെള്ളം എങ്ങനെ ഭൂമിയിലേക്ക് എത്തിക്കണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഇനീഷ്യലി നടക്കണം. അത് നടന്ന് അതിനുള്ള വാട്ടർ സ്ലോപ്പ് കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ വെള്ളം കറക്റ്റ് പൈപ്പിലൂടെ ഇറങ്ങി താഴത്തേക്ക് ഭൂമിയിലേക്ക് വാട്ടർ സ്റ്റോറേജോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൗണ്ട് ലെവലിലേക്കോ ഇറക്കി വിടാം. ഇതില്ലാതെ അവിടെ കെട്ടി നിൽക്കുമ്പോൾ ഇത് ഫ്യൂച്ചറിലേക്ക് ഒരുപാട് നേരം ഒരു സ്ഥലത്ത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്താൽ പോലും
ഇറ്റ്സ് കോൺക്രീറ്റ് ഈസ് എ പോറസ് സർഫസ്. അതിലൂടെ ഉറപ്പായിട്ടും സീപ്പേജും ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാം. ഐ നോട്ട് ടെല്ലിങ് 100% ഉണ്ടാവും ഞാൻ പറയണില്ല. അവിടെയാണ് നമ്മൾ ട്രോപ്പിക്കൽ പഴയ കാലത്ത് എന്തുകൊണ്ടാണ് കേരളത്തിലെ പഴയ തറവാടുകളും വീടുകളൊക്കെ ഇങ്ങനെ സ്ലോപ്പായിട്ട് ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. അതുപോലെ കൂളിംഗും ഒന്നും കൂടി നന്നായിരിക്കും പക്ഷെ അത് ബഡ്ജറ്റിലേക്ക് നോക്കുമ്പോൾ അത് ബഡ്ജറ്റ് കുറച്ച് കൂടുതലാണ്. സ്ലോപ്പിങ് ചെയ്യണം. സ്ലോപ്പ് അതായത് ഇപ്പോൾ സ്ലോപ്പ് ചെയ്യുന്നത് എങ്ങനെ, ഡയറക്റ്റ് നമ്മൾ സ്ലാബിന് പകരം സ്ലോപ്പ് ചെയ്യല്ല ചെയ്യുന്നത്. ആദ്യം ഒരു കോൺക്രീറ്റ് സ്ലോപ്പ് ചെയ്യും, അതിന്റെ മുകളിൽ നമ്മൾ ട്രസ് റൂഫ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ആ ട്രസ് റൂഫിന്റെ എക്സ്പെൻസ് എക്സ്ട്രാ ആണ്. ഇഫ് യു ക്യാൻ അഫോർഡ് ദാറ്റ് വി ക്യാൻ ഗോ ഫോർ ദാറ്റ്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഗ്ലാസിൻ്റെ നേരത്തെ ചോദിച്ചതിൽ എനിക്ക് പറയാനുള്ളത്, ഗ്ലാസിന് സേഫ്റ്റി കൺസേൺസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഗ്ലാസ് കൊടുക്കുമ്പോൾ 2 രീതിയിൽ ഗ്ലാസ് ഓപ്പറേറ്റ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ടഫൻഡ് ഗ്ലാസ് കൊടുക്കാം, അല്ലെങ്കിൽ ലാമിനേറ്റഡ് ടഫൻ ഗ്ലാസ് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്ലാസ് സെൻസേഴ്സ് കൊടുക്കാം. ഒരാൾ വീട്ടിലേക്ക് കടക്കാൻ വരുമ്പോൾ സെൻസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ട്രാ എക്സ്പെൻസുകൾ വരും. അപ്പോൾ ഇത് ആവശ്യമാണോ? ഇതല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്വപ്നമാണ്. വീടാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും എവറിത്തിങ് ഈസ് എ ഡ്രീം. ഒരാളുടെ ലൈഫ് ടൈമിൽ ഒരു 80% ഓഫ് പീപ്പിൾസിനും അതൊരു ഡ്രീം തന്നെയാണ്. ലൈഫിൽ 1 ടൈമാണ് ചെയ്യുന്നത്. 1 ടൈം ചെയ്യുന്ന കാര്യം വളരെ സൂക്ഷിച്ച് ചെയ്യുക, വളരെ കെയർഫുള്ളായി കുറച്ച് സമയം കൊടുക്കുക. നിങ്ങൾ ഒരാളെയും ബ്ലൈൻഡ്ലി വിശ്വസിക്കാതിരിക്കുക, പറ്റുന്ന അത്രയും പഠിക്കുക, നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരെ ഫോളോ ചെയ്ത് അത് കറക്റ്റ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്ത് അനലൈസ് ചെയ്തതിൻ്റെ ശേഷം എക്സിക്യൂട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ കൺസ്ട്രക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ട്രെൻഡിങ്ങിലുള്ളതാണ് മോഡ്യുലർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ടെസ്ല ഹോം ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ വയനാട്ടിൽ ഇതിൻ്റെ മുന്നേ ഒരു ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി സ്റ്റീലിൽ ബിൽഡ് ചെയ്ത ഒരു വീട്, അതെന്തോ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് വളരെ ഫാസ്റ്റായിട്ട് സംഭവിക്കുന്നില്ലേ, ഒരു മോഡ്യുലർ ഹോം എന്നുള്ള? ഇപ്പോൾ ഈ പുതിയ ടെക്നോളജീസ് ആണ്. ഇപ്പോൾ സ്റ്റീൽ കൺസ്ട്രക്ഷനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പല രീതിയിലും കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിന് ഏറ്റവും എക്സാമ്പിളായിട്ട് പറയുന്നത് സ്റ്റീൽ കൺസ്ട്രക്ഷൻ ഇൻ ടേംസ് ഓഫ് കൊമേഴ്ഷ്യൽ ഫാക്ടർ എടുത്തോളൂ നിങ്ങൾ. കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷനിൽ സ്റ്റീൽ ഈസ് വെരി അടിപൊളി. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഒരു കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ ചിലപ്പോൾ ടൈം എടുക്കും. ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് അത് ക്യൂർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ടൈം എടുക്കുന്നിടത്ത് എനിക്ക് പരിചയമുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സമിഷ്ടി എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഉണ്ട് എറണാകുളത്ത്. അവർ എടപ്പള്ളിയിൽ 6000 സ്ക്വയർ ഫീറ്റിൻ്റെ സ്റ്റീൽ ബിൽഡിംഗ് 3 മാസം കൊണ്ട് ചെയ്തു. ഇത് നോർമലി കോൺക്രീറ്റിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അത് 1 വർഷം എടുത്തേക്കാം. ഈ 1 വർഷം, ഈ 7 മാസത്തെ അല്ലെങ്കിൽ 12 മാസത്തിൽ 3 മാസം കഴിഞ്ഞാൽ ബാക്കി 9 മാസത്തെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ഇൻ ടേംസ് ഓഫ് കൊമേഴ്ഷ്യൽ ഇറ്റ്സ് ഫൈൻ. ബട്ട് റെസിഡൻസിന്റെ കാര്യത്തിൽ നമ്മളവിടെ ചെയ്തു വരുന്നുണ്ട്. ബട്ട് അതൊരിക്കലും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അത് ചെയ്യുമ്പോൾ ആ ആർക്കിടെക്റ്റിനോ അല്ലെങ്കിൽ ബിൽഡർക്കോ മാത്രം ക്ലാരിറ്റി പോരാ. ആ വീട്ടിൽ താമസിക്കാൻ പോകുന്നവർക്ക് ക്ലാരിറ്റി വേണം. അവർക്ക് അത് 100% ഓക്കെ ആണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ദാറ്റ്. അഡ്വാൻറ്റേജ് മനസ്സിലാക്കി ഇത് ഓക്കെ ആണ്, നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അല്ല അഫ്സൽ, ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അതായത് വീട് എപ്പോഴും ഇങ്ങനെ ഒരു റീഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എന്തെങ്കിലും ചേഞ്ചസ് എപ്പോഴും വേണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ മോഡ്യുലർ ഹോംസ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പോസിബിൾ ആണല്ലോ. അപ്പോൾ ഈവൻ ഇപ്പോൾ കൂടുതലും നമ്മൾ റീൽസിലും ഇതിലൊക്കെ കാണുന്നതാണ്, ആളുകൾ വീട് വാങ്ങുന്നത് തന്നെ ഇപ്പം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളൊരു ട്രെൻഡ്. റെൻറ്റഡ് ആയിട്ട് പോകാനാണ് ആളുകൾക്ക് താല്പര്യം. ബിക്കോസ് ദേ ക്യാൻ ചേഞ്ച് എനി ടൈം ദേ വാണ്ട് എന്നുള്ളതുകൊണ്ട്. സോ ഈ ഡിസൈൻ പാർട്ട് ഇതേപോലെ തന്നെ ഒരു മോഡ്യുലർ ഹൗസ് ആവുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ എപ്പോഴും ചേഞ്ച് ചെയ്യാലോ എന്നൊരു ആസ്പെക്റ്റും കൂടിയില്ലേ? അത് ഞാൻ പറഞ്ഞിട്ടെ, ഒരു വൈഡ് റേഞ്ച് ഓഫ് പീപ്പിൾ അത് ബിലീവ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്, ഇങ്ങനെയാണല്ലോ നമ്മൾ മാർക്കറ്റിനെ അല്ലെങ്കിൽ ആൾക്കാരെ ഡിഫൈൻ ചെയ്തു പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഈ മോഡുലാറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഇത് ആക്ച്വലി നിങ്ങൾ പറയുന്ന പോലെ റീൽസിന്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ്. അപ്പം അത് എവിടെയാണ് അത് നടക്കുന്നത് എന്നുള്ളതും കൂടി നോക്കണം. ഇത് ഒരിക്കലും ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഷിഫ്റ്റിംഗ് ഒരിക്കലും എക്സ്പെൻസ് കുറഞ്ഞ പരിപാടിയല്ല. ഇറ്റ്സ് എക്സ്പെൻസീവ്. അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതാണ് എക്സ്പെൻസ് കുറവാണെന്ന്. കാരണം ഒരു സാധനം നമ്മൾ ബിൽഡ് ചെയ്തു, അത് രണ്ടാമത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ബിൽഡ് ചെയ്തെടുത്ത് കളയണം, അതിനൊരാൾ വേണം. അതിന് ശേഷമാണ് രണ്ടാമതൊരാൾ വന്നിട്ട് അത് സെപ്പറേറ്റ് വേറൊരു ഡിസൈനിലേക്ക് കൊണ്ടുപോകുമ്പോൾ എക്സ്പെൻസ് ഉണ്ട്. ഇഫ് യു ക്യാൻ അഫോർഡ് ദാറ്റ് എക്സ്പെൻസ്, നമുക്കത് നോർമലി ഇപ്പം ഉണ്ടാക്കിയ വീട്ടിലും ചെയ്യാം. ഇപ്പോൾ ഈ മോഡുലാർ ഹൗസസ് എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നത്, നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷൻ നോക്കണം. നമ്മുടെ നാട്ടിന് പറ്റിയ ക്ലൈമറ്റ് കണ്ടീഷനിലല്ലാത്ത കൺസ്ട്രക്ഷൻസ് അത് എത്രത്തോളം ഫീസിബിൾ ആണെന്നുള്ളത് നോക്കിയിട്ട് വേണം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് നമ്മൾ പോകാൻ. ഇല്ലെങ്കിൽ ഓവർ ഷൂട്ടിംഗ് ആയിരിക്കും. ഇതൊക്കെ ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൈസ് ഓവർ ഷൂട്ടിംഗ് ആയിരിക്കും. പിന്നെ പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കുമ്പോൾ ആദ്യം നമ്മൾ കൺവിൻസ്ഡ് ആവുക എന്നുള്ളതാണ്. ആസ് എ കസ്റ്റമർ ഞാൻ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ എനിക്കതിന് സ്പെൻഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ബട്ട് ഡോണ്ട് ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ്.
വേറൊരാൾ ചെയ്യുന്ന കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് നിങ്ങളത് ചെയ്ത് നാളെ അതിലൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അതിൻ്റെ റിഗ്രറ്റ് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എനിത്തിങ്. വീടിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് സ്വർണ്ണം പൂശണോ, യു ക്യാൻ ഡു ദാറ്റ്, ബട്ട് യു ഹാവ് ടു ബി കൺവിൻസ്ഡ്. ബട്ട് നമ്മളത് ഭയങ്കരമായിട്ട് വേറൊരാൾ ചെയ്യുന്നത് കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വി വോണ്ട് ബി ഹാപ്പി. ദാറ്റ്സ് ദ തിങ്. ഈ റീഡിസൈനിങ് അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരുണ്ട്. ഇപ്പം പണ്ട് നമ്മൾ വെച്ചൊരു വീടായിരിക്കും, പിന്നെ ചിലപ്പോൾ ഒരു കല്യാണം ഒക്കെ വരുന്ന സമയത്ത് ഇതിനെ ഒന്നും കൂടി ഒന്ന് റെനോവേറ്റ് ചെയ്യും. അത് ചിലപ്പം ഒരു ഭാഗമൊക്കെ പൊളിച്ച് പിന്നെ അവിടെ റൂം എടുത്ത് അങ്ങനെ പല ടൈപ്പ്, അത് അവരുടെ തന്നെ സ്വന്തം ഒരു കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസിലൊരു പഴയ വീടിനെ ഇപ്പൊ കംപ്ലീറ്റ്ലി റിനോവേറ്റ് ചെയ്ത് മാറ്റിയെടുക്കുമ്പം വരുന്ന എക്സ്പെൻസ് ആണോ, അതോ അവിടെ തന്നെ ഇപ്പൊ പുതിയൊരു വീട് ബിൽഡ് ചെയ്ത് വരുന്നതായിരിക്കോ ബെറ്റർ ആവുക? ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ റിക്വയർമെന്റ് ഓഫ് ദ കസ്റ്റമർ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചില കസ്റ്റമേഴ്സിന് റൂമിൻ്റെ ഒരു, ഇപ്പോൾ എനിക്ക് കിച്ചൺ ഒന്ന് വലുതാക്കണം, റൂം ഒന്ന് വലുതാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്രയും എക്സ്പെൻസ് വരില്ല. പക്ഷേ ചില കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് വളരെ അൺഇമാജിനബിൾ ആണ്. എനിക്ക് ഈ വീട്, ഇപ്പോൾ ഇങ്ങനെ ഒരു വീടുണ്ട്, ഇത് ഇങ്ങനെ ആക്കണം, അത് ടെക്നിക്കലി പോസിബിൾ ആവാത്ത കാര്യമായിരിക്കും. സോ എപ്പോഴും അങ്ങനെയുള്ള റീഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് ഇവാലുവേഷൻ നടത്തണം തീർച്ചയായിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കോസ്റ്റ് ആവും, പുതിയത് ഒരെണ്ണം ബിൽഡ് ചെയ്യാൻ എന്ത് കോസ്റ്റ് ആവും, ആ ഇവാലുവേഷൻ ഈസിലി നടത്താൻ പറ്റും. അതിന് കുറച്ച് സമയം കൊടുക്കണം. അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ടെക്നിക്കലി ശരിക്കും ഇതിന്റെ മുകളിൽ പിന്നെയും നമ്മൾ ബിൽഡ് ചെയ്യുമ്പം അതിന് പറ്റുന്നൊരു ഡാമേജ് ഒക്കെ നമുക്കതങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷൻ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എല്ലാ വീടും നിർമ്മിക്കുന്നത് G+1 ബിൽഡ് ചെയ്യാനാണ്. വീട് ഒരിക്കലും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ വരെ പോവാം. അതിൻ്റെ മുകളിലേക്കൊക്കെ ബിൽഡ് ചെയ്യുന്നത് പിന്നെ ഫ്ലാറ്റ് പോലെയുള്ള റിക്വയർമെൻറ്റ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. പിന്നെ അതുപോലെ HNI കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ, ഹൈ നെറ്റ്വർത്ത് കസ്റ്റമേഴ്സൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നോർമലി എനിക്ക് തോന്നുന്നു ഒരുപാട് പഴക്കമുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യിക്കുക. എന്നിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ അതിന് പറ്റിയതാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മളത് ബിൽഡ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ റെനോവേഷൻ നടത്തുമ്പോൾ ഒരു സ്ട്രക്ചറൽ ആളെടുത്തുനിന്ന് ചെയ്തിട്ട് റെക്കമെൻഡേഷൻ എടുത്തതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബാങ്ക്, ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബാങ്കിന് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം റെനോവേറ്റ് ചെയ്യണമെങ്കിൽ. ലോൺ കിട്ടണമെങ്കിൽ, റെനോവേറ്റ് ചെയ്യണമെങ്കിൽ വേണ്ട. റെനോവേറ്റ് ചെയ്യണം എൻ്റെ വീട്, എനിക്ക് എന്തും ചെയ്യാം. പക്ഷേ ലോണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഞങ്ങൾക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു കസ്റ്റമർക്ക് അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ചില ബാങ്ക്സ് ആവശ്യപ്പെടുന്നുണ്ട്. സോ അത് നല്ലതാണ്. ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ വന്നിട്ട് നോക്കി ഇത് ഫീസിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് ഫൈൻ. അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നാളെ അദ്ദേഹം കുടുങ്ങും. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഒരിക്കലും അങ്ങനത്തെ ഫോൾസ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് കൊടുക്കില്ല. ഓക്കെ. കേരളത്തിന് പുറത്തായിട്ട് ഒരുപാട് വീടുകൾ നിർമ്മിച്ച എക്സ്പീരിയൻസ് അഫ്സലുണ്ട്. അപ്പോൾ വാസ്തു എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? അതേപോലെ തന്നെ അതിലെന്തെങ്കിലും സയൻസ് ഉണ്ടോ? വാസ്തു ആക്ച്വലി സയൻസ് ആണ്, പ്യുവർ സയൻസ് ആണ്. വാസ്തു വിശ്വാസവുമാണ്. രണ്ട് രീതിയിലും അതിന് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ കോൾ ഞാൻ പറയാം. ചില കാര്യങ്ങളൊക്കെ പക്ഷേ കുറച്ച് ഓവറല്ലേ? ലൈക്ക് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫെയ്ത്ത്. നമ്മളിപ്പോൾ ആസ്ട്രോളജി ഒക്കെ പറയുന്ന പോലെ ആസ്ട്രോളജി ഇപ്പോൾ കംപ്ലീറ്റ്ലി വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കുറേ കാര്യങ്ങളൊക്കെ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഇതിലും അത് ഞാൻ പറയാം, അത് ഒരു വലിയ ടോപ്പിക്കാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാരുടെ വിശ്വാസമാണ്. ഇപ്പോൾ ജിജിൻ അത് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ ആ വിശ്വാസത്തെ ടച്ച് ചെയ്യില്ല. ജിജിന്റെ വിശ്വാസമാണ്, ജിജിന്റെ വിശ്വാസം ജിജിനെ രക്ഷിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ ഫേമിലി ഒരു കാര്യം ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നമ്മളത് ഫോളോ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് നിന്ന് പറയണം, എനിക്ക് ഡീറ്റെയിൽഡ് വാസ്തു നോക്കണം. ഞാൻ പറയും തീർച്ചയായിട്ടും നോക്കണം സർ എന്ന് പറയും. ഞങ്ങൾക്ക് ഡീറ്റെയിൽഡ് വാസ്തു ചെയ്യുന്ന കിട്ടാമ പണിക്കർ ഒക്കെ പറയുന്ന ആൾക്കാർ നമ്മൾക്ക് ഡീറ്റെയിൽഡ് വാസ്തു സ്പെസിഫിക്കേഷൻ ചെയ്ത് തന്നിട്ട് നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത് അത് രണ്ടാമത് കറക്റ്റ് ചെയ്തിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ വിശ്വാസമാണ്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നാളെ ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇതിലെ പ്രോബ്ലം വരുന്നത് എവിടെ, ഇപ്പോൾ ഒരു വാസ്തു റിക്വയർമെന്റ് പറഞ്ഞു, നമ്മൾ അതൊന്നും ഫുൾഫിൽ ചെയ്തില്ല, നമ്മൾ അവരെ കൺവിൻസ് ചെയ്തു. അതായത് നമ്മുടെ ഇൻഫ്ലുവൻസിൽ അവർ കൺവിൻസ്ഡ് ആയി, നമ്മളെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവർ കൺവിൻസ്ഡ് ആയി എന്ന് വിചാരിക്കുക. നാളെ അവർ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് വിചാരിച്ചു നോക്കിയേ, അവർ ഇതിനെ പറയുള്ളൂ. നമ്മൾ എന്തിനാ അവരെ വിശ്വാസത്തെ ടച്ച് ചെയ്യണം? ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഞാൻ പറയുന്നു, വാസ്തു ഒരു സയൻസ് ആണ് തീർച്ചയായിട്ടും. അത് പ്രോപ്പർ എയർ വെന്റിലേഷനെ കുറിച്ചിട്ടും അതായത് എയർ കയറി ഇറങ്ങി പോകുന്നതും പോസിറ്റിവിറ്റിയെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അത് പ്യുവർലി വിശ്വാസമായിട്ട് കാണുന്നവർ അങ്ങനെ കാണട്ടെ, അതൊരു സയൻസ് ആയിട്ട് കാണുന്നവർ അങ്ങനെ കാണട്ടെ. ചില കസ്റ്റമേഴ്സ് ഇതെല്ലാം ഒന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്, അവരങ്ങനെ കാണട്ടെ. സോ വിശ്വാസം എത്രത്തോളം ഓരോരുത്തരെയും ബിലീഫ് സിസ്റ്റത്തിനനുസരിച്ച് വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കമ്പനിക്ക് ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടായിട്ട് കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, സത്യസന്ധമായിരിക്കണം, ഒരാളെടുത്ത് പറഞ്ഞ ആ കമ്മിറ്റ്മെന്റ് ഫുൾഫിൽ ചെയ്യണം. ഇങ്ങനെയുള്ള ബിലീഫ് സിസ്റ്റം ഓക്കെയാണ്. ബട്ട് വാസ്തുപരമായിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തിൽ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്താൽ നമുക്കൊന്നും ഡെലിവർ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാ കമ്മ്യൂണിറ്റീസും ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഒരു വാസ്തു എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ. വാസ്തു
പല പേരിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ. പക്ഷേ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ വെന്റിലേഷൻ്റെ കേസ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഇതൊക്കെ പറഞ്ഞല്ലോ, ഇതൊന്നും അല്ലാതെ നമ്മളപ്പം പഴയ തറവാടുകളൊക്കെ എടുത്ത് വെക്കുന്ന ഈ കന്നിമൂല, അവിടെ അവിടെ ഇത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രഡീഷണലി റൂട്ടഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സും വന്നിട്ടുണ്ടാവില്ലേ. പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ അവരൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? അവർക്കത് ചെയ്തു കൊടുക്കും. അതല്ലാതെ എന്താ ചെയ്യുക? അപ്പം കന്നിമൂലയിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല, ഇങ്ങനെയുള്ള റിക്വയർമെന്റ്സ് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ബേസിക് വാസ്തു എന്നാണ് അതിനെ പറയാ. വാസ്തുവിലെ തന്നെ ചില ബേസിക് ആയിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പൊ നോർത്ത് ഈസ്റ്റ് ഒക്കെ തെറ്റാണെന്ന് ഒരിക്കലും പറയരുത് കേട്ടോ. ഞാൻ പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈസ്റ്റിൽ നിന്നാണ് സൺ റൈസ് ചെയ്ത് വരുന്നത്. അപ്പൊ ഈ സൺ റൈസിന് ഭയങ്കരമായിട്ടുള്ള റൈസിന് ഭയങ്കര പവർ ഉണ്ട് അല്ല. അപ്പോൾ കിച്ചണിന്റെ സ്പേസ് എപ്പോഴും ഈസ്റ്റ് ഫേസ് ചെയ്ത് വേണം. അപ്പൊ നമ്മൾ മോർണിംഗ് എഴുന്നേറ്റ് കുക്ക് ചെയ്യുമ്പോൾ സൺലൈറ്റ് വന്ന് വീഴും എന്നാണ് ആ ഒരു തോട്ടിലാണ് അത് പറയുന്നത്. അതാണ് അതിന്റെ സയൻസ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ. അത് മനസ്സിലാവാതെ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 3000 സ്ക്വയർ ഫീറ്റിന്റെ വീട് ഉണ്ടാക്കാൻ ഉള്ള റിക്വയർമെന്റുമായിട്ട് വന്നു കസ്റ്റമർ. വാസ്തു കാരണം അത് 4000 വരെ പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെ ബിലീഫ് അത്ര സ്ട്രോങ് ആണെങ്കിൽ അവർക്ക് 4000 പ്രശ്നമില്ല. ആ 4000ത്തേക്കാൾ ഇമ്പോർട്ടന്റ് അവരുടെ വിശ്വാസമാണ്. സോ എങ്ങനെ അങ്ങനെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, വി ഡെലിവർ വാട്ട് ദേ വാണ്ട്. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ. നമ്മളിപ്പോ ഈ പ്ലാനിങ് സൈഡ്, അത് ആർക്കിടെക്ട് സൈഡ് കഴിഞ്ഞ് നമ്മളിനി കൺസ്ട്രക്ഷനിലേക്കാണ് പോകേണ്ടത്. നമ്മളെല്ലാവരും ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കാം എന്നുള്ളതായിരിക്കും. എങ്ങനെ നല്ലൊരു കോൺട്രാക്ടർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക? പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തീർച്ചയായിട്ടും. ഇപ്പം ആർക്കിടെക്ചർ സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആ വീട് ഉണ്ടാക്കുക. അപ്പോൾ വീട് ബിൽഡിങ്ങോ എന്തോ ആവട്ടെ, അത് കോൺട്രാക്ട് ചെയ്യുക, അതല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-3 വഴികൾ. ഒന്നൊരു കൺസ്ട്രക്ഷൻ കമ്പനിയെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കാം. ആ കോൺട്രാക്ടർ എടുത്ത് ഫുൾ കോൺട്രാക്ട് കൊടുത്ത് ഏൽപ്പിക്കാം, ലേബർ കോൺട്രാക്ടർ ഏൽപ്പിക്കാം. എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതിനൊരു ബേസിക് ഇവാലുവേഷൻ, ബേസിക് അല്ല ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ നടത്തുന്നത് വളരെ നല്ലതാണ്. എങ്ങനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇദ്ദേഹം എന്തൊക്കെ വാല്യൂ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു കൊട്ടേഷൻ നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളെടുത്തൊരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് കൊണ്ടുവന്നിട്ട് ഇന്നതൊക്കെയാണ് ചെയ്യുന്നതെന്ന് തരുന്ന ഒരാളെടുത്ത് നിങ്ങൾ കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. പക്ഷേ ഞാൻ പറയുന്നത് ഡീറ്റെയിൽ ആയിരിക്കണം. നമ്മൾ തരുന്ന ആദ്യം ഏറ്റവും ബേസിക് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ തരുന്ന കൊട്ടേഷനിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ എന്ത് ഫൗണ്ടേഷനാണ്, എന്ത് മെറ്റീരിയലാണ് അതിൽ ഉപയോഗിക്കുന്നത്, എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം റീഇൻഫോഴ്സ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ അവർ നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറൽ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്ത് ചെയ്തു തരണം. അല്ല ആ കോൺട്രാക്ടറാണ് പ്രപ്പോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലെന്ത് ബാർ ഉപയോഗിക്കുന്നു, ഏത് ബ്രാൻഡ് ബാർ ഉപയോഗിക്കുന്നു, എത്ര MM-ൻ്റെ ബാർ ഉപയോഗിക്കുന്നു, ഇതുപോലെ ഫൗണ്ടേഷൻ മുതൽ അവസാനം വരെ. ഫോർ എക്സാമ്പിൾ, പെയിൻറ് ചെയ്യുമ്പോൾ ഏത് ബ്രാൻഡ് പെയിൻറ് എന്ന് പറയാതെ ആ പെയിൻറ്റിൻ്റെ കാറ്റഗറി ഏതാണെന്ന് പറയണം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ബർജർ പെയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ബർജർ പെയിൻറ്റ്സിന് റങ്കോളി എന്ന് പറയുന്ന ഇൻറ്റീരിയർ പെയിൻറ്റ്സ് എടുത്താൽ ബർജർ പെയിൻറ്റ്സിന് റങ്കോളി എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. പിന്നെ അവർക്ക് അതുപോലെ ഒരു 5-6 കാറ്റഗറി വരുന്നുണ്ട്. സിൽക്ക് 5, സിൽക്ക് 10, അങ്ങനെ പല കാറ്റഗറീസും വരുന്നുണ്ട്. അപ്പം ഈ സെലക്ട് ചെയ്യുന്ന ബ്രാൻഡ് മാത്രം കാണിക്കാതെ അതിലേത് കാറ്റഗറി ആണെന്നും കൂടി പറയാം. കാരണം എല്ലാ കാറ്റഗറിക്കും സെയിം പ്രൈസ് അല്ല. റങ്കോളിയുടെ പ്രൈസ് അല്ല ഒരിക്കലും ലോങ് ലൈഫ് 7-ഓ ലോങ് ലൈഫ് 10-നോ വരുന്നത്. അപ്പോൾ ലോങ് ലൈഫ് 7-ഉം ലോങ് ലൈഫ് 10-ഉം ഒക്കെ പുറത്ത് എക്സ്റ്റീരിയറിൽ അടിക്കുന്ന പെയിൻറ്റുകളാണ്. ഇപ്പോൾ ഈ ബർജറിൻ്റെ ലോങ് ലൈഫ് 7-ന് ഒരു 20 ലിറ്ററിൻ്റെ ബക്കറ്റിനൊരു 7,000 8,000 വരുന്നുണ്ടെങ്കിൽ ലോങ് ലൈഫ് 10-ന് 12,000 റുപ്പീസ് വരുന്നുണ്ട്. സോ ഒരു വീട് കംപ്ലീറ്റ്ലി പെയിൻറ്റ് ചെയ്യാൻ ഒരു 5 ബക്കറ്റ് പെയിൻറ്റ് 20 ലിറ്റേഴ്സ് റിക്വയർമെൻറ്റ് ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുക. ഈ ഒരു ബ്രാൻഡിലുള്ള ഈ ഒരു വ്യത്യാസത്തിൽ മാത്രം നമുക്ക് വരുന്ന വ്യത്യാസം അറൗണ്ട് 25,000 റുപ്പീസാണ്. അപ്പോൾ ഈ ക്ലാരിറ്റി ഇല്ലാതെ ഇപ്പം ഒട്ടുമിക്ക കോൺട്രാക്ടേഴ്സ് കൊടുക്കുന്ന കൊട്ടേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സിമെൻ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, അൾട്രാടെക്, ACC, ഡാൽമിയ, ഇങ്ങനെ ഒരു 5 സിമെൻറ്റിൻ്റെ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊരിക്കലും ശരിയല്ല. ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ പറയും. കാരണം അൾട്രാടെക്കിൻ്റെ പ്രൈസ് അല്ല ACCക്ക്, ACCയുടെ പ്രൈസ് അല്ല ഡാൽമിയക്ക്, അപ്പോൾ ഡാൽമിയയുടെ പ്രൈസ് അല്ല ശങ്കറിന്. ഇങ്ങനെ ഓരോ ബ്രാൻഡ് സ്പെസിഫൈഡ് ആവുക. ആ ബ്രാൻഡിനിപ്പോൾ ആ ബ്രാൻഡിൽ തന്നെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേയും കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള കൊട്ടേഷൻ ആയിരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അങ്ങനെയുള്ള കൊട്ടേഷൻസ് തരുന്ന കോൺട്രാക്ടേഴ്സിന് അല്ലെങ്കിൽ ബിൽഡേഴ്സിനെ ചൂസ് ചെയ്യുക. തേർഡ് വൺ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരെല്ലാവരും ഇന്നോ ഇന്നലെയോ കൺസ്ട്രക്ഷനും കോൺട്രാക്ടിങ്ങും തുടങ്ങിയവരായിരിക്കില്ല. അവർക്ക് മുൻപുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ എടുക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. മിനിമം 2 കസ്റ്റമേഴ്സ്, 2 കസ്റ്റമർ അടുത്തുനിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിൽ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോൺട്രാക്ടിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമറും മുൻപ് കംപ്ലീറ്റ് ചെയ്തൊരു കസ്റ്റമർ. നിങ്ങൾക്ക് ടൈം കൺസ്ട്രെയിൻ ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. പോയി കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫോൺ ചെയ്ത് സംസാരിക്കുക. ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരു 2 വർഷമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റ്, അയാളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്,
എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നല്ലതല്ലെങ്കിൽ അവർ നല്ലതല്ല എന്നേ പറയൂ. അവർക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അതിലും ശ്രദ്ധിക്കേണ്ടത് ഈ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. നമ്മൾ കാർ എടുക്കുമ്പോൾ നമുക്ക് മെയിൻ്റനൻസ് ഉണ്ടാവുന്നു. എല്ലാ സാധനത്തിനും നമുക്ക് മെയിൻ്റനൻസ് വരുന്നുണ്ടല്ലോ. അതുപോലെ വീട് നിർമ്മിച്ചാലും ഉറപ്പായിട്ടും മെയിൻ്റനൻസ് ഉണ്ടാവും. കാരണം പല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ഒരു ടെക്നിക്കൽ ടീമോ ഒരു കുറച്ച് ലേബേഴ്സോ കൊണ്ടുവന്നിട്ട് ഒരു പ്ലേസിൽ അസംബിൾ ചെയ്ത് അത് നമ്മുടെ ഒരു നമ്മൾ പറയുന്ന പോലെയുള്ളൊരു സാധനമാക്കി തരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ മെയിൻ്റനൻസ് വരും. പക്ഷേ മെയിൻ്റനൻസ് പറയുമ്പോൾ അതിന് റെസ്പോൺസിബിൾ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം വിളിച്ചാൽ ഫോണെങ്കിലും എടുക്കണം. അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്ക്വയർ ഫീറ്റിൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ആ കൊട്ടേഷനിൽ ഡീറ്റെയിലിംഗ് ഉണ്ടോ എന്ന് നോക്കുക. മാക്സിമം സ്ക്വയർ ഫീറ്റ് കൊട്ടേഷൻസ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഡീറ്റെയിൽഡ് ക്വാണ്ടിറ്റി എസ്റ്റിമേഷനിലേക്ക് പോവുക. നിങ്ങൾക്ക് അത്രത്തോളം ക്ലാരിറ്റി കിട്ടും. നാളെ ഈ കോൺട്രാക്ടർ ചെയ്യുന്നത് കറക്റ്റ് ആണോ, കൺസ്ട്രക്ഷൻ കമ്പനി ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്ന് ചോദിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. എല്ലാവരും പറയുന്നത് ഇപ്പോൾ സ്റ്റീൽ എടുക്കുകയാണെങ്കിൽ കൈരളി കള്ളിയത്ത് ഒരു ബ്രാൻഡാണ്. ടാറ്റ, പിന്നെ വൈസാഗ്, ഇതൊക്കെ സ്റ്റീലിൻ്റെ ബ്രാൻഡ്സാണ്. ഇതിനെല്ലാത്തിനും ഒരേ പ്രൈസ് അല്ല. കൈരളിയും കള്ളിയത്തും തമ്മിൽ 1 രൂപയുടെ വ്യത്യാസമുണ്ട്. 1 രൂപയുടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3000 3 ടണ്ണിൻ്റെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ 3000 രൂപയുടെ വ്യത്യാസമായി. ഇത് ചെറിയ എമൗണ്ട് അല്ല. ഇങ്ങനെ പല ചെറിയ ചെറിയ എമൗണ്ടുകൾ ചേർന്നിട്ടാണ് വലിയൊരു എമൗണ്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഏത് ബ്രാൻഡാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ പ്രൈസിനെ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റുന്ന, കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ. ഇങ്ങനെ കോൺട്രാക്ടേഴ്സിനെ ചൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് പരിചയമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മറ്റൊരാളെ വർക്ക് ചെയ്ത ആളാണ്. മറ്റൊരാളെ വർക്ക് ചെയ്തോട്ടെ, മറ്റൊരാളെ വർക്ക് നല്ലപോലെ ചെയ്തിട്ടുണ്ടോ, ആ ചെയ്ത ആൾക്ക് നല്ല അഭിപ്രായമുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫോളോ ചെയ്യുക. അറ്റ് എനി കോസ്റ്റ് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു കോൺട്രാക്ടറെ ചൂസ് ചെയ്യാനുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു കോൺട്രാക്ടറെ ചൂസ് ചെയ്തു, അയാൾ മുൻപ് നല്ലതാണ് ചെയ്തതെന്ന് വെച്ചിട്ട് അയാളെ കറൻറ്റ് സിറ്റുവേഷനിൽ ഇവാലുവേറ്റ് ചെയ്യാതിരിക്കരുത്. നിർബന്ധമായിട്ടും ചോദ്യം ചെയ്യണം. ഓരോ സ്റ്റേജിലും ഇത്ര സമയമാണ് ഒരു കോൺട്രാക്റ്റിങ്ങിന് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ സമയത്തിൽ അത് തീർക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ക്ലയൻറ്റ് ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം പേയ്മെൻറ്റ് പ്രോപ്പറായി കൊടുക്കുക എന്നുള്ളതാണ്. പേയ്മെൻറ്റ് പ്രോപ്പറായിട്ട് കൊടുക്കാതെ അവർ സമയത്തിന് തീർക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. പേയ്മെൻറ്റ് പ്രോപ്പറായിട്ട് കൊടുക്കുക. അവർ ടൈം ലൈൻ സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ, ആ ടൈം ലൈനിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ. ഇൻ കേസ് കംപ്ലീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് റീസൺ, ഇനി എന്ത് സപ്പോർട്ടാണ് വേണ്ടത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രമേ നടക്കുള്ളൂ. കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും മുൻപോട്ട് പോകരുത്. ചോദ്യം ഈ ചെയ്യുക, ക്ലിയർ ടൈം ചെയ്യുക. ലൈനിൽ കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യം വന്നപ്പോ നമ്മള് കരിക്കിന്റെ ബാബു നമ്പൂതിരിന്റെ എപ്പിസോഡ് പറയുന്നുണ്ട് ഒരു സ്ട്രക്ചർ കാണിച്ചിട്ട് ഇത് നാളെ പാല് കാച്ചാനുള്ള വീടാറിനാ നീ വിശ്വസിക്കുമോ എന്നാണ്. എന്തുകൊണ്ടാ എപ്പോഴും അങ്ങനെ ഒരു അതായത് നമ്മളും കാണാറുള്ളത്. അപ്പൊ ഹൗസ് വാമിംഗ് ആണെങ്കിൽ തലേന്ന് ഫുള്ള് പണിക്കാരായിരിക്കും, അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലുമൊക്കെ ഫിനിഷിങ് രാവിലെ പിറ്റേന്ന് രാവിലെയും വരും ആ സോമിന്റെ അന്ന്. അന്നും ഉണ്ടാവും ചിലപ്പോൾ പണിക്കാർ എന്തെങ്കിലുമൊക്കെ ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളൊരു ടൈം ലൈൻ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ലൈനിന്റെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞ്, അതായത് നമുക്ക് ഹൗസ് വാമിംഗ് വെക്കുകയാണ് അതിന്റെ ഒരു 1 വീക്ക് ബിഫോർ പണി തീരുന്ന ഒരു സിറ്റുവേഷൻ എവിടെയും കാണാറില്ല. അത് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റില്ല എന്നല്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു 12 മന്ത്സ് പ്രൊജക്റ്റ് പീരീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഹൗസ് വാമിംഗ് വെക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ ഭയങ്കര, നമുക്ക് പറയാൻ പറ്റില്ല എന്ന് മഴ പെയ്യും, എന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ തന്നെ ക്ലയൻസ് കസ്റ്റമേഴ്സ് കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നതിലും കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുന്നേ ഇത്ര പേയ്മെൻറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അത് പാർട്ടായിട്ട് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അത് പാർട്ടായിട്ട് കൊടുക്കുമ്പോൾ അവർ ഫുള്ളായിട്ട് കിട്ടുമ്പോൾ പ്ലാൻ ചെയ്തതുപോലെ അവർക്ക് പാർട്ടായിട്ട് കിട്ടുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഓരോ കമ്പനിയെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷേ അതൊരിക്കലും ഞാൻ പറയുന്നത് ടൈംലി കംപ്ലീഷൻ പോലെ തന്നെയാണ് ടൈംലി പേയ്മെൻറ്റും. ബട്ട് ഞാൻ പറയുന്നത് ഇത് ഉറപ്പായിട്ടും ചെയ്ത് തീർക്കാൻ പറ്റും. ഒരാഴ്ചയല്ല, 1 മാസം മുന്നേ ചെയ്ത് തീർക്കാൻ പറ്റും. ഞങ്ങൾ 11 മാസം കൊണ്ട് 12 മാസം പറഞ്ഞ കോൺട്രാക്റ്റിംഗ് സൈഡ് മാത്രമുള്ളത് ടോം എബ്രഹാം എന്ന് പറഞ്ഞൊരു കസ്റ്റമർ ഉണ്ട് കോട്ടയത്ത്. 11 മാസം കൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ അടക്കം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ടൈം ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തലേ ദിവസം വരെ പണിക്കാരുണ്ടായിരുന്നു. അതുണ്ടാവും. കാരണം 12 മാസം പറഞ്ഞത് 11 ചെയ്യുന്നു. ഇത് നമുക്ക് 8 ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ നമ്മളൊരു പേയ്മെൻറ്റ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ പേയ്മെൻറ്റ് ഷെഡ്യൂളിനനുസരിച്ചിട്ട് ടൈം ലൈൻ കുറക്കുന്ന സമയത്ത് ചില സാധനങ്ങൾ നമുക്ക് അഡ്വാൻസ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള പേയ്മെൻറ്റ്സ് അതുപോലെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ കരിക്കിൽ പറയുന്നത് പോലെ അത് ഇൻഫ്ലുവൻസ് ആവുന്നതാണല്ലോ. ഇപ്പോൾ നമ്മൾ ചെന്ന് പറയുമ്പോൾ ബ്ലൈൻഡ്ലി വിശ്വസിക്കുകയാണ്. ഇത് ഒരാഴ്ച കൊണ്ട് തീരും. നമ്മുടെ കുറച്ച് യുക്തി കൂടി നമ്മൾ ആലോചിച്ചിട്ട് പെരുമാറുക എന്നുള്ളതാണ്. അതല്ലേ പോയിന്റ് പറയാൻ പറ്റുള്ളൂ നമുക്ക്. അഫ്സൽ, നിങ്ങൾ ആസ് എ കമ്പനി നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നേ ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ റിസറക്ട് ചെയ്ത് വന്നതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ.
ഇപ്പോൾ ആർക്കിടെക്ട് സൈഡിൽ സ്പെസിഫിക്കലി നമ്മൾ ഇതിനു മുന്നേ പുതിയ പാർലമെൻറ്റ് വന്ന സമയത്ത് PM-ൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആർക്കിടെക്റ്റാണ് അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, വിമൽ പട്ടേൽ. പക്ഷേ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്തിട്ട് പോലും അവിടെ വാട്ടർ ലീക്കേജിൻ്റെ ഒക്കെ ഇഷ്യൂസ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലുള്ള അനുഭവങ്ങൾ എന്തായാലും ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ എങ്കിലും വന്നിട്ടുണ്ടാവും ഞാൻ പിന്നെ വിചാരിക്കും. തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. നമ്മുടെ കമ്പനിയിലെ ആർക്കിടെക്ട്സിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പുറത്തുള്ള ആർക്കിടെക്ട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ന്യൂ കമേഴ്സുള്ള ആർക്കിടെക്ട്സ്, ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് അല്ലാത്തവർ കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ തീർക്കണം, നിർബന്ധമായിട്ട് ഫുൾഫിൽ ചെയ്യണമെന്ന തീരുമാനത്തിൽ ചില സിറ്റ് ഔട്ടിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ്. പ്രൊജക്ഷൻ ഭയങ്കരമായിട്ട് കൊടുത്തു. അതിന് വേണ്ടി നമുക്ക് കിട്ടിയ സ്ട്രക്ചറൽ ഡ്രോയിങ് നമുക്ക് തീരെ സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. കാരണം അത് ഭാവിയിൽ അത്രയും കാൻഡിലീവർ പ്രൊജക്ഷൻ നടത്താൻ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ട സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നത് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് ഉണ്ടാവില്ല, ഞാൻ ചെയ്യുന്ന പ്രൊജക്റ്റിൽ ഒരു മെയിൻ്റനൻസും ഉണ്ടാവില്ല എന്ന് പറയുന്നത് മിത്താണ്. അത് വെറുതെ കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഉറപ്പായിട്ടും ഉണ്ടാവും, പക്ഷേ ആ മെയിൻ്റനൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ലീക്കേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എനിക്ക് തോന്നുന്നു പ്രോപ്പർ കൺസ്ട്രക്ഷണൽ പ്രാക്ടീസ് അല്ലാതെ ഫോളോ ചെയ്യുമ്പോഴാണ് കൂടുതലും ലീക്കേജസ് വരിക. ഇപ്പോൾ ഞങ്ങൾക്ക് മുൻപുണ്ടായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്, നമ്മൾ ഒരു നാട്ടിലെ തന്നെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു റെഡിമിക്സ് കോൺക്രീറ്റിംഗ് കമ്പനി, പേര് ഞാൻ പറയുന്നില്ല, അവർ ചെയ്ത് നമ്മളെ 2 പ്രൊജക്റ്റിൽ സിവിയർ ലീക്കേജ് ഇഷ്യൂസ് വന്നു. ലീക്കേജിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി ആഡ് ചെയ്യട്ടെ. നമ്മളെ മുന്നത്തെ, അതായത് ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുന്നേ ഉണ്ടായിരുന്ന കോൺക്രീറ്റിന് കിട്ടുന്ന ലൈഫും ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ചെയ്ത കോൺക്രീറ്റിന് കിട്ടുന്ന ലൈഫും തമ്മിൽ നോക്കുമ്പോൾ ഇത് കുറവാണെന്ന് പറയുമല്ലോ. അതായത് ഇത് മുന്നേ ചെയ്തതാണ്, അതുകൊണ്ട് ലീക്കേജ് വരാനുള്ള കുറേ കുറച്ച് പ്രായ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ കോൺക്രീറ്റ് ചെയ്തുള്ള പ്രശ്നമാണോ, അല്ലെങ്കിൽ അന്നും ഇന്നും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ പ്രശ്നമാണോ? ഇന്നിപ്പോൾ എല്ലാ ബിൽഡിങ്ങിനും നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. പണ്ടത് ചെയ്തിരുന്നില്ല. അപ്പോൾ പുതിയൊരു ഇൻഡസ്ട്രി തന്നെ ഫോമായി വന്നില്ലേ ഈ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്? അല്ല, മുൻപും ഇൻഡസ്ട്രി ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷനൊക്കെ ഭയങ്കര മുമ്പത്തെ പോലെ അല്ല. ക്ലൈമറ്റ് കണ്ടീഷൻ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അല്ല, ഒരിക്കലും അല്ല. ഫോളോ ചെയ്യുന്ന കൺസ്ട്രക്ഷണൽ സ്റ്റാൻഡേർഡ്സ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബീം കോൺക്രീറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുക, വൈബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. വൈബ്രേറ്റ് ചെയ്താൽ മാത്രമാണ് എല്ലാ കോർണേഴ്സിലും എന്തെത്തുള്ളൂ, കോൺക്രീറ്റ് എത്തുള്ളൂ. കോൺക്രീറ്റ് എത്തിയാൽ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്ത കോൺക്രീറ്റിന് അതിൻ്റെ ഫോം വർക്ക് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഹണി കോംസ് ഒന്നും ഉണ്ടാവില്ല. ഇൻ കേസ് ഒരു ഹണി കോംബ് കണ്ടാൽ ഷോർട്ട് കോൺക്രീറ്റിംഗ് ചെയ്യണം. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് പ്ലാസ്റ്റർ ചെയ്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഒരു അബദ്ധം നമ്മൾ അതായത് കോൺക്രീറ്റ് ചെയ്ത സമയത്ത് ഹണി കോംസ് വരും, ഇറ്റ്സ് കോമൺ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യണം. മുൻപ് കാലഘട്ടങ്ങളിൽ കോൺക്രീറ്റിംഗ് ചെയ്തിരുന്ന മെത്തേഡ് നന്നായിരിക്കും. മുൻപ് ഞാൻ ക്ലിയർലി പറയാം, 20 വർഷം മുന്നേ കംപ്ലീറ്റ് ചെയ്തുള്ള വീട് ഞാൻ പോയിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ടുണ്ട് സിവിയർ ലീക്കേജ് കാരണം. അപ്പോൾ അത് ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവാണ്. ഒരു സ്ഥലത്ത് അങ്ങനെ ഉണ്ടായിന്ന് വെച്ചിട്ട് എല്ലാ സ്ഥലത്തും അങ്ങനെ ഉണ്ടാവുമെന്നല്ല. പക്ഷേ ഇതിനെല്ലാം നമ്മുടെ ഗവൺമെൻറ്റ്സ് വളരെ പ്രോപ്പറായിട്ടുള്ള ISO സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്യാന്നുള്ളതാണ് വഴി. ഫോം വർക്ക് ചെയ്യുമ്പോൾ ഇത്ര ദിവസം ഷട്ടറിങ് ചെയ്തിടണം, 14 ദിവസത്തോളം പറയുന്നുണ്ട്. വലിയ ലോങ് ബീമുകൾക്കാണെങ്കിൽ 21 ഡേയ്സ് പറയുന്നുണ്ട്. അത് ആ ഡിസൈൻ ചെയ്യുന്ന സ്ട്രക്ചറൽ ഡിസൈനിൽ തന്നെ അവർ മെൻഷൻ ചെയ്യും. അത് എനിക്ക് അടുത്ത ഫ്ലോർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 10 ദിവസം കൊണ്ട് ഫോം വർക്ക് പൊളിച്ച ബിൽഡിംഗ് ഇടിഞ്ഞു വീഴും. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുക, പ്രോപ്പർ മെത്തേഡിലൂടെ വർക്ക് ചെയ്യുക, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വർക്ക് കൊടുക്കുക, അപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഓരോ സ്റ്റേജിലും ചെയ്യുന്നതിന് ഭയങ്കര ചെക്ക് ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പ്രൊഫഷണലി വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് ഭയങ്കര അഡ്വാൻസ്ഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു വീക്കിൽ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് ആ വീക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ റിപ്പോർട്ട് കൊടുക്കും. ഒരു വീക്ക് കഴിയുമ്പോൾ ആ വീക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളതിങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്, എന്താണ് അത് ചെയ്യാതിരിക്കാനുണ്ടായ കാരണം, ആ സെറ്റ് ബാക്ക് എന്ത് നമ്മളെ എഫക്ട് ചെയ്യും. ഇത് ക്ലയന്റിന്റെ ഇവാലുവേഷനും നല്ലതാണ്, നമ്മുടെ ഇവാലുവേഷനും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡാറ്റ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെ കൺസ്ട്രക്ഷൻ നന്നാക്കാം എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് എങ്ങനെ കമ്പനി നന്നാക്കാം എന്നുള്ളതും. രണ്ടും സെയിം ആണ്. പ്രോസസ്സ് കറക്റ്റ് ചെയ്യുക, നല്ല വെൽ ഡ്രിവൺ ആയിട്ടുള്ള പ്രോസസ്സ് മേക്ക് ചെയ്ത് ആ പ്രോസസ്സ് ഫോളോ ചെയ്ത് മുൻപോട്ട് പോവുക. കമ്പനിയിലെ എല്ലാ സ്റ്റാഫും അത് ഫോളോ ചെയ്ത് പോകുന്നത് പോലെ സൈറ്റിലുള്ളവരും അത് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസും സെറ്റ് ഓഫ് ഫോർമുലാസും ഉണ്ട്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ് അതുപോലെ ഫോളോ ചെയ്യുക. ആര് വന്നാലും ആ സിസ്റ്റംസ് അവിടെ പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്ത് പൊക്കോളും. ഇപ്പോൾ എല്ലാ സൈറ്റുകളിലും ക്ലൈൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ഹൈറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും എവിടെ ആരാ സേഫ്റ്റി ബെൽറ്റ് യൂസ് ചെയ്യുന്നത്.
നിലത്ത് വീഴും അല്ലേ? വീണ് കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് കാര്യമുണ്ടോ? സേഫ്റ്റി ബെൽറ്റ്സ് ഇടാൻ ഒരു ബുദ്ധിമുട്ട് അവർ പറയുകയാണെങ്കിൽ നമ്മൾ നിർബന്ധിക്കുക. സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സിൻസ് നിങ്ങൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലും ആക്റ്റീവായിട്ടുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. പണ്ടുള്ളത് പോലെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ മലയാളികളല്ലല്ലോ ഇപ്പോൾ കൂടുതലുള്ളത്. പുറത്തുനിന്ന് വന്ന അതിഥി തൊഴിലാളികളാണല്ലോ. അപ്പോൾ അവരുടെ ഒരു സ്കിൽ ലെവൽ എത്രത്തോളം ഉണ്ട് നമ്മളെ ആളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? സ്കിൽ ലെവൽ അടിപൊളിയാണ്. അപ്പം ഞാനത് നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്നു. ബെറ്റർ ആണെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കമ്പനി നമ്മൾക്കൊരു കോൺട്രാക്ടിങ് ഡിവിഷൻ സെപ്പറേറ്റ് ഉണ്ട്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അറൗണ്ട് 100+ സിവിൽ ലേബേഴ്സ് നമ്മൾക്ക് അതിലുണ്ട്. 100+ സിവിൽ ലേബേഴ്സ് ഇപ്പോൾ കറൻ്റ്ലി ഉണ്ട്. ഇപ്പോൾ എനിക്ക് പുതിയൊരു പ്രൊജക്റ്റ് വേണമെന്ന് പറയുമ്പോൾ അതിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാനുള്ള സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമ്മളെടുത്തുണ്ട്. ഇപ്പോൾ ഒരു 130 സ്റ്റാഫോളം നമുക്ക് സിവിൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ വർക്ക് അടിപൊളിയാണ്. ഞങ്ങൾ ഏതൊരു സൈറ്റിലും ഇവരെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. അവിടെ താമസിപ്പിച്ചിട്ടാണ് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രത്ത് നമ്മളൊരു ഡോക്ടർ ജിനു, ഡോക്ടർ രാജലക്ഷ്മി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. അവിടെ എൻ്റെ ഒരു 10 ലേബേഴ്സോളം അവിടെ താമസിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ചെന്ന് അവിടെ താമസിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ല. അവർ ലീവ് എടുക്കില്ല. കറക്റ്റ് സമയത്ത് വർക്ക് ചെയ്യുന്നു. മന്ത്ലി 2 ദിവസമാണ് ലീവ്. അതും നൈറ്റ് ഓവർ ടൈം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. എനിക്ക് പനമ്പള്ളിയിൽ ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. ഒരു ബിൽഡർ പ്രൊജക്റ്റ് നടക്കുന്നത്. അവിടെ എനിക്ക് പറഞ്ഞാൽ ശരിയാവുന്നില്ല. യൂണിയൻ ലേബേഴ്സ് ഉണ്ട്. അവർ ഇത്ര കട്ടയെ പണിയും. ഇതിന് കൂടുതൽ കട്ട പണിയാണ്. ഒരു കട്ടയ്ക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഒരു ദിവസത്തെ ലേബർ. ഞാൻ പറയുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്നല്ല. നമ്മളൊരു വേതനം കൊടുക്കുമ്പോൾ അതിൽ മാക്സിമം ഔട്ട്പുട്ട് തരിക എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള മര്യാദയാണ് അല്ലേ? ഞാൻ ഇത്ര എണ്ണം ചെയ്യും, അത് കഴിഞ്ഞ് ഒരെണ്ണം ചെയ്യുന്നതിന് എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ ഇവർ ഔട്ട്പുട്ട് തരുന്നു. നമ്മുടെ ആൾക്കാർ എങ്ങനെയാണോ പുറത്ത് പോയി ജോലി ചെയ്യുന്നത് അതുപോലെയാണ് അവരെ ആൾക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ 2 വീടുള്ളവരൊക്കെ ഉണ്ട്. 2 വീട്, നാട്ടിലെ ഏക്കർ കണക്കിന് സ്ഥലം. ഇങ്ങനെ അവിടെ സ്ഥലത്തിന് വില കുറവായിരിക്കാം. പക്ഷെ നമ്മളവിടെ റീസെൻ്റ്ലി വിസിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. കൊൽക്കത്തയിലൊക്കെ നമ്മൾ പോയിരുന്നു. നമ്മൾക്കൊരു ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ഫാമിലിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ ലേബേഴ്സ് മൊത്തം. സോ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സൈറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ്, ലേബർ ക്യാമ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ലിക്കർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ വരുമ്പോൾ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. അതൊന്നും നമ്മുടെ സൈറ്റിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അത് എത്ര ആൾക്കാരെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാനും പറ്റും. ഞങ്ങളുടെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് ആയിട്ട് കാണുന്നത്, കോൺട്രാക്ടിങ് സൈഡിൽ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ലേബേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രൊജക്ട് ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു പ്രൊജക്ട് കോർഡിനേറ്റർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ പ്രൊജക്ട് മാനേജേഴ്സും അസിസ്റ്റന്റ് പ്രൊജക്ട് മാനേജേഴ്സ്, സൈറ്റ് എഞ്ചിനീയേഴ്സും ഒക്കെ ഉണ്ട്. നമ്മൾക്കൊരു യുണീക്ക് ക്രൈറ്റീരിയയിൽ തന്നെയാണ് നമ്മൾ ഓരോ സൈറ്റും കൊണ്ടുപോകുന്നത്. നമ്മളിപ്പം 3D പ്രിന്റിങ് ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അതിൽ തന്നെ ഇന്ത്യയിൽ ഫസ്റ്റ് 3D പ്രിന്റഡ് ഒരു പോസ്റ്റ് ഓഫീസ് ബാംഗ്ലൂര് ഉണ്ടായിരുന്നു. അത് നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 മാസത്തോളം വരുന്ന ഒരു വർക്ക് ഒരു 43 ഡേയ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റി. ശരിക്കും ഈ കൺസ്ട്രക്ഷനിൽ ഒരു ഫ്യൂച്ചറായിട്ട് 3D പ്രിന്റിങ് വരാനും അങ്ങനത്തെ ഹൗസസ് ഒക്കെ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും, സാധ്യതയില്ലേ? ഉറപ്പായിട്ടും നമ്മൾ ഇന്നോവേഷൻസ് അഡോപ്റ്റ് ചെയ്ത് മുൻപോട്ട് പോയ വഴിയുള്ളൂ. അത് തീർച്ചയായിട്ടും ഒരു IIT ഗ്രാജുവേറ്റ് ആണ് അത് കണ്ട് എത്തിയത്. ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള IIT ഗ്രാജുവേറ്റ്. അത് വളരെ, ഞാൻ ആ ആർട്ടിക്കിളൊക്കെ ഞാൻ പഠിച്ചിരുന്നു. പക്ഷേ അതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് എല്ലായിടത്തും, ഇപ്പോൾ ചൈനയിൽ കോവിഡിൻ്റെ ടൈമിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ, 8 നിലയോ 13 നിലയുള്ള ബിൽഡിംഗ് അവർ 13 ദിവസം കൊണ്ട് ഉണ്ടാക്കി. എങ്ങനെയാണ് അത് ടെക്നിക്കലി പോസിബിൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇവിടെ 13 ദിവസം കൊണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഫോം വർക്ക് ചെയ്തില്ല. അപ്പോൾ ടെക്നോളജി അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തായാലും ഇൻ ഫ്യൂച്ചറിൽ അത് വരും, ഉറപ്പാണ്. നമ്മുടെ ആൾക്കാർ അതിനോട് യൂസ്ഡ് ആവുക എന്നുള്ളതാണ്. ഇത് ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഇത്രയും മാർക്കറ്റിംഗ് സ്കില്ലും സെയിൽസ് സ്കില്ലുള്ള ഒരാൾ വേണം വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് പോസിബിൾ. നമ്മൾ അത്രയും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ഇതിന്റെ ചെയ്യാൻ ഒരു പറ്റും. പ്രോസ് ആൻഡ് കോൺസിന്റെ ഇതിനെ പറ്റിയൊക്കെ നോക്കിയിട്ടുണ്ടോ? ലൈക്ക് ഇപ്പൊ 3D പ്രിന്റഡ് ഹൗസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അതിലേക്കും മാറാനുള്ളൊരു ഇഷ്യൂ അതൊക്കെ ആയിരിക്കുമല്ലോ. ലോങ്റ്റിവിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രോബ്ലം, ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ പാനൽസ് ബിൽഡ് ചെയ്തിട്ട് പാനൽസ് കൊണ്ടുവന്ന് വെച്ച് അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വീടുകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലേക്ക് ചെയ്യാൻ, ഇന്റേണൽ സ്പേസിലേക്കൊക്കെ വീട് ചെയ്യാൻ അത് ബുദ്ധിമുട്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് വലിയ വലിയ കണ്ടെയ്നേഴ്സിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഇത് JCBയിൽ ക്രെയിനിൽ കൊണ്ടുവന്നിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ടെറൈനൊക്കെ അതിനെ ബാധിക്കും. ഇപ്പം മൂന്നാറിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. പക്ഷേ കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇത് പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. എല്ലാം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥനെയും ടെറൈനെയും എല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. പക്ഷേ ഇൻ ഫ്യൂച്ചർ ഇതൊക്കെ വരും. 100% വരും. ഒരു സംശയമല്ല കാര്യത്തിൽ. അഫ്സൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന പുതിയ വേറെ എന്തൊക്കെ ടെക്നോളജീസ് ആണുള്ളത് നമ്മുടെ ഈ ഒരു ഫീൽഡിൽ? എനിക്ക് തോന്നുന്നത് സ്റ്റീൽ കൺസ്ട്രക്ഷൻ വളരെ
പ്രോമിനൻ്റ് ആണ്. എത്രയും പെട്ടെന്ന് തന്നെ അത് വരും. അതും പല ടൈപ്പിലുള്ള ചെറിയ ക്ലിപ്പ് ആൻഡ് ലോക്ക് സീൽ സിസ്റ്റങ്ങളൊക്കെ പല GI അല്ല, അലുമിനിയം ഫ്രെയിംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വീടുണ്ടാക്കുന്ന മെത്തേഡ്സ് ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അതൊക്കെ ഉറപ്പായിട്ടും ഇൻ ഫ്യൂച്ചറിൽ അധികമൊന്നും വൈകണ്ട. ഇപ്പോൾ സ്റ്റീൽ ഡോർ ഒരാളും താല്പര്യമില്ലാതെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ എത്രയാ? ഇപ്പോൾ എനിക്ക് തന്നെ പരിചയമുള്ളൊരു 8 ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ 8 ബ്രാൻഡും ഒരേ ഡിസൈനാണ് കൊടുക്കുന്നത്. ചില വ്യത്യാസങ്ങളുള്ളൂ. ഇവരെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ബട്ട് അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയില്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ജിപ്സം പ്ലാസ്റ്ററിങ് 100% സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റീരിയറിലേക്ക് ആരും അത് സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നോർമൽ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിനിമം 7 days ക്യൂറിങ് കൊടുക്കണം. ജിപ്സം ചെയ്താൽ ക്യൂറിങ് വേണ്ട. പക്ഷെ അതെന്തുകൊണ്ടാണ് ക്യൂറിങ്? ഒരുപാട് വെള്ളം നനച്ചാൽ ചിലപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടായേക്കാം. ദാറ്റ്സ് എ റീസൺ. ജിപ്സം ഈസ് അത് വാട്ടറിനായിട്ട് എപ്പോഴും ഒരു നല്ല റിലേഷനുള്ള സാധനമല്ല ജിപ്സം. ബട്ട് അത് വാട്ടർ അതായത് വെള്ളം വരാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ജിപ്സം പ്ലാസ്റ്റർ ചെയ്യാം. ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ആ സ്ഥലങ്ങളിൽ പിന്നെ നമുക്ക് രണ്ടാമത് പുട്ടിയിട്ട് പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് സേവ് ഇങ്ങനെ സേവ് ചെയ്യാം. പക്ഷെ അങ്ങനെ സേവ് ചെയ്യണോ എന്നുള്ളത് കസ്റ്റമറുടെ കോളാണ്. പക്ഷെ ചില കമ്പനികൾ, ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ചില കമ്പനികൾ ലൈഫ് ടൈം വാറണ്ടി ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ അത് അതിൻ്റെ എല്ലാം നമ്മൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടതാണോ എന്ന് തീരുമാനിച്ച് മുൻപോട്ട് പോകും. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ നമ്മളൊരു കോൺട്രാക്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നിട്ട് പറയുകയാണ് എനിക്ക് ഇൻറ്റേർണലി ജിപ്സം പ്ലാസ്റ്ററിങ് മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറഞ്ഞു കൊടുക്കും. കസ്റ്റമർ അത് ഏറ്റെടുക്കുമ്പോൾ അത് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ഏത് കമ്പനിയാണോ അവരുടെ മെയിൻ്റനൻസ് റിലേറ്റഡ് ആക്ടിവിറ്റിയിലേക്ക് നമ്മളത് ക്ലബ് ചെയ്യും. ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇവിടെ കസ്റ്റമറെ നീഡ് ഐഡന്റിഫൈ ചെയ്ത് അത് സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതേപോലെ ഇപ്പോൾ ഫ്യൂച്ചർ ടെക്നോളജീസ് ഒക്കെ ആണ്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വീടിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഓട്ടോമേഷൻ ഓട്ടോമേഷൻസ് വരുന്നത്, അതേപോലെ തന്നെ സോളാർ വെച്ചുകൊണ്ട് എല്ലാ സാധനങ്ങളും പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയും കുറേ സാധനങ്ങൾ ഇനി ഫ്യൂച്ചറിലേക്ക് വരാൻ സാധ്യത. സോളാറൊക്കെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. സെൽഫ് സസ്റ്റൈനബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് ചെയ്യും? നമ്മൾക്ക് സൂര്യനിൽ നിന്ന് കിട്ടുന്ന വെറുതെ കിട്ടുന്ന സൺലൈറ്റ് നമ്മൾ എന്തിന് കീഴാക്കണം? അത് പാഴാക്കണം. അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പറ്റില്ല എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത്, കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, സിയാലൊക്കെ വേൾഡിലെ നമ്പർ 1 എയർപോർട്ടാണ്. സ്വന്തമായിട്ട് സെൽഫ് സസ്റ്റൈനബിൾ. അത് ലോകത്തിൽ തന്നെ കേരളത്തിന് എത്ര വലിയ പ്രശംസയാണ് അത് നേടിക്കൊടുത്തത് അല്ലേ? ആദ്യമായിട്ടൊരു എയർപോർട്ട് കംപ്ലീറ്റ്ലി സോളാറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ സിയാലിന് ഭയങ്കര നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് അതിനെടുത്തുള്ള ഇനീഷ്യേറ്റീവ് ഒക്കെ ഭയങ്കരമാണ്. ഇപ്പോൾ ഒരു 5 കിലോവാട്ടിൻ്റെ സാധനം ചെയ്യുമ്പോൾ 78,000 റുപ്പീസ് ഗവൺമെൻറ് റീഫണ്ട് ചെയ്യുന്നു. എന്താ ചെയ്യുന്നതിന്? ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ സോളാർ സജസ്റ്റ് ചെയ്യുന്നതാണ്. സോളാർ സജസ്റ്റ് ചെയ്യുമ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഓൺ ഗ്രിഡ് ചെയ്യാം, ഓഫ് ഗ്രിഡും ചെയ്യാം. ഓൺ ഗ്രിഡ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ ബാറ്ററി സ്റ്റോറേജിനൊന്നും ആവശ്യമില്ല. ഓഫ് ഗ്രിഡ് ചെയ്യുമ്പോൾ ബാറ്ററി വേണം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 കിലോവാട്ട് ചെയ്യുമ്പോൾ ഒരു 8 കിലോവാട്ട് ഓൺ ഗ്രിഡും 2 കിലോവാട്ട് ഓഫ് ഗ്രിഡും ചെയ്യാം. ഓഫ് ഗ്രിഡ് നമുക്ക് നമ്മുടെ ഇൻവെർട്ടർ സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ കറണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. പിന്നെ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എനർജി സേവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ സെൻസർ ബേസ്ഡ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. റൂമിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ലൈറ്റ് കത്തുന്നു, ഇറങ്ങിപ്പോകുമ്പോൾ ലൈറ്റ് ഓഫ് ആവും. ഭാര്യമാരും നമ്മുടെ വീട്ടിലെ ഉമ്മമാരെ പ്രശ്നമില്ല, ലൈറ്റ് ചെയ്യാതെ ഓഫ് ചെയ്യുക, ഫാൻ നീ ഓഫ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജീസ് തീർച്ചയായിട്ടും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നമ്മൾ ആൺകുട്ടികളെ എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കെയർലെസ് അല്ല. ഇപ്പം ഞാൻ തന്നെ വീട്ടിൽ പറയും ഇലക്ട്രിസിറ്റി ബില്ല് ഞാനല്ലേ കൊടുക്കുന്നത്, നീ നോക്ക്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. എല്ലാ ആക്ടിവിറ്റിയിലും ഇപ്പോൾ ടോയ്ലറ്റിൽ കയറുമ്പോൾ ഇറങ്ങി വരുമ്പോൾ ഈ ലൈറ്റ് കുറച്ച് കൂടുതൽ നേരം കത്തിയിരുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഹീറ്റർ കത്തിയിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പറ്റുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന, മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളെ കുറയ്ക്കുന്ന എല്ലാ ടെക്നോളജീസും ഞാൻ പറയുന്നത് 1000 കൈ നീട്ടി വെൽക്കം ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെയുള്ള ടെക്നോളജീസ് യൂസ് ചെയ്ത് തുടങ്ങിയാലേ നമ്മൾക്കും കാലത്തിനനുസരിച്ച് മാറി മുൻപോട്ട് പോകാൻ പറ്റും. ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജീസ് വരുന്ന സമയത്ത് ഈ വീടിൻ്റെ ആർക്കിടെക്ചറിലും പ്ലാനിങ്ങിലും ഇൻറ്റീരിയറിലും ഒക്കെ കംപ്ലീറ്റ്ലി പുതിയ കാര്യങ്ങൾ വരില്ലേ, ചേഞ്ചസ് വരും? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു വീടിൻ്റെ ഒരു 2nd ഫ്ലോറിലുള്ള ലിവിങ് റൂം എടുക്കാം. അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് റൂം ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നു. ആ ഡബിൾ ഹൈറ്റ് കൊടുത്ത് വലിയൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോക്ക് നമുക്കൊരു കേർട്ടൺ കൊടുക്കണം. എങ്ങനെ കേർട്ടൺ ഓപ്പറേറ്റ് ചെയ്യും? റിമോട്ട് കൺട്രോൾ ഉണ്ടെങ്കിൽ ഈസിയാണ്. ഇവിടുന്ന് സ്വിച്ച് അമർത്തിയാൽ കേർട്ടൺ ഓപ്പൺ ആവും, ഓൺ ആവും, നമ്മുടെ കോളാണ്. അത് ഇല്ല എനിക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന താഴത്തേക്ക് ഒരു നൂലിട്ടിട്ട് തിരിച്ച് വലിച്ച് കേർട്ടൺ നീക്കേണ്ടി വരും. സോ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ്. നമ്മളെ ഉപയോഗിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. മൊബൈൽ ഫോൺ പോലെ തന്നെ സിമ്പിളായിട്ട് അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇതിൽ ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ ഇതേ നമ്മൾ ഈ കോൺട്രാക്ടർ സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഓട്ടോമേഷൻ കമ്പനികളുടെയും റെഫറൻസസ് എടുക്കുക. അവർ കറക്റ്റായിട്ട് ഓഫർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു കോൺട്രാക്ടർ വഴി അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി വഴി പോകുമ്പോൾ അത് ആ കമ്പനിയുടെ ഉത്തരവാദിത്തമാണെങ്കിൽ പോലും നിങ്ങൾ പുറത്തുനിന്ന് ഒരാളെ ഓപ്ഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യുക. നമ്മളിപ്പം ലേറ്റസ്റ്റ് ട്രെൻഡ്സിനെ പറ്റി നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബോഹോ സ്റ്റൈൽ, അതായത് ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ ബീജ്, അതുപോലെ തന്നെ ബോഹോ എലമെന്റ്സ് ഒക്കെ വെച്ചുകൊണ്ടുള്ള വീടിന്റെ കൺസ്ട്രക്ഷൻസും ഇന്റീരിയർ കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്. അതെ അതെ. സ്റ്റൈലിങ്ങും നമ്മൾ കാണുന്നുണ്ട്. വേറെ എന്തൊക്കെ ട്രെൻഡ്സ് ആണ് ഇപ്പം കറന്റ്ലി ഉള്ളത്? ഇപ്പം ഇന്റീരിയറിന്റെ ഒരുപാട് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ഇന്റീരിയർ ഡിസൈൻസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നമ്മുടെ കമ്പനിയുടെ ഇന്റീരിയറിന്റെ ഒരു പ്രോസസ്സ് പറഞ്ഞുതരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ആദ്യം നമ്മുടെ ആർക്കിടെക്ട് ഫ്ലോർ പ്ലാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സെപ്പറേറ്റ് ഡിവിഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്റീരിയർ ഹെഡ് അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ അദ്ദേഹമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്പേസ് പ്ലാനിങ് ഫൈനലൈസ് ചെയ്യുക. ആർക്കിടെക്റ്റും എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ പോലും ഇവർ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പേസ് പ്ലാനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്ത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇനീഷ്യലി ഒരു കളർ പാലറ്റൊക്കെ സെറ്റ് ചെയ്ത് ഏത് കളർ വേണം, ക്ലയൻറ്റിൻ്റെ ചോയ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഒരുപാട് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ നമ്മൾ പല കളേഴ്സും കാണുന്നുണ്ടായിരിക്കും. പക്ഷെ ചിലത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ, എനിക്ക് ആ കളറിനോടൊരു താല്പര്യം ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയാസ് മനസ്സിലാക്കിക്കൊണ്ട് വേണം കളർ പാലറ്റ് സെറ്റ് ചെയ്യാൻ. വൺസ് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡെലിവറി ചെയ്ത് കൊടുക്കുക. കമ്പനിയിൽ നിന്ന് ആദ്യം ഡിസൈൻ ചെയ്ത് കൊടുക്കുക ഫോട്ടോസ് അല്ല. നമ്മൾ സ്പേസ് പ്ലാനിങ് കഴിഞ്ഞാൽ ഫസ്റ്റ് കൊടുക്കുന്ന വീഡിയോ ആണ്. വാക്ക് ത്രൂ വീഡിയോസ് ആണ് നമ്മൾ കൊടുക്കുക. അതെന്തിനാണ് അതിൻ്റെ ക്ലാരിറ്റി? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ ഞാൻ ഇതിന് 4 ഫോട്ടോ വന്നു കഴിഞ്ഞാൽ അത് ഏത് വോളാണെന്ന് മനസ്സിലാവുമോ? ഒരിക്കലുമില്ല. ഡോറ് തുറന്ന് ഏത് വോളാണെന്ന് കംപ്ലീറ്റ് കാണിച്ച് തന്ന് അവിടെ എന്തൊക്കെ എലമെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുള്ള ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും. വീഡിയോ 100% ഫൈനലൈസ് ആയി കഴിഞ്ഞാലാണ് നമ്മളതിൻ്റെ 3D റെൻഡേർഡ് ഫോട്ടോസ് കൊടുക്കുക. ഈ 3D റെൻഡേർഡ് ഫോട്ടോസ് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോട്ടോ 100% ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വർക്കിംഗ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ വർക്കിംഗ് ഡ്രോയിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആർക്കിടെക്ചറിൽ നമ്മൾ വീട് നിർമ്മിക്കുന്ന ഫൗണ്ടേഷൻ മുതൽ കംപ്ലീഷൻ ഉള്ള പോലെ ഇൻറ്റീരിയറിനും ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വർക്കിംഗ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തു എന്ന് കൺസിഡർ ചെയ്യുക. ഈ പ്രിപ്പയർ ചെയ്തിട്ടുള്ള വർക്കിംഗ് ഡ്രോയിങ് അനുസരിച്ചിട്ട് എനിക്ക് മാത്രമേ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നിർബന്ധമില്ല. അല്ലെങ്കിൽ ഓണസ്റ്റോ ആൻഡ് മെർക്കാഡോക്ക് മാത്രമേ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന നിർബന്ധമില്ല. ഈ ഓണസ്റ്റോ ആൻഡ് മെർക്കാഡോ കൊടുക്കുന്ന കൊട്ടേഷൻ ക്വാളിറ്റി വൈസ് സെയിം കുറച്ച് വേറൊരാൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിന് അത് ചൂസ് ചെയ്ത് പോകാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ അത് പോകുമ്പോൾ അതേ ഡിസൈൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വർക്കിംഗ് ഡ്രോയിങ് വേണം, ഡീറ്റെയിൽഡ് വർക്കിംഗ് ഡ്രോയിങ് വേണം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ ഈ സ്റ്റൈൽസ് എന്ന് പറയുന്നത് ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ട്രെൻഡിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ ഞാൻ ഈ പ്രോസസ്സ് പറയാൻ കാരണം കസ്റ്റമറുടെ നീഡ് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. കാരണം നമ്മൾ ഡിസൈൻ ചെയ്ത് ഇറങ്ങി വരും, അവിടെ താമസിക്കാൻ പോകുന്നത് കസ്റ്റമറാണ്. എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു ആർക്കിടെക്ചർ സ്പേസ് ചെയ്ത് കഴിഞ്ഞാലും കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞാലും എൻഡ് യൂസർ ഹാപ്പി ആയിരിക്കണം. അതായിരിക്കണം മോട്ടീവ്. അതല്ല എങ്കിൽ നമ്മൾ എത്ര വലിയ കൊട്ടാരം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമല്ല. കസ്റ്റമർ സന്തോഷത്തോടെ അല്ലേ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അത് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുത്ത പ്രൊഡക്റ്റ് കൊണ്ടാണ് അവർക്ക് വിഷമം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഫെയിലിയർ ഓഫ് ദ കമ്പനി, ഫെയിലിയർ ഓഫ് ദ ആർക്കിടെക്ട്, ഫെയിലിയർ ഓഫ് ദ കോൺട്രാക്ടർ, എവ്രി വൺ. അത് എന്ത് പ്രൊഡക്റ്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഈ റീൽസ് ഒക്കെ കണ്ടിട്ട് ഡിസൈൻ ഐഡിയാസ് കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കും ഇപ്പം അധികം ഉണ്ടാവുക. ലൈക്ക് ഞാൻ തന്നെ പല റീൽസും കാണാറുണ്ട്. ഈ ചെറിയ ഇത്ര പോകുന്ന സ്ക്വയർ ഫീറ്റ് സ്പേസിൽ നമുക്ക് കിഡ്സ് റൂം ബിൽഡ് ചെയ്യാം, ഇതാക്കാം. അത് ശരിക്കും ചലഞ്ചായി മാറാറുണ്ടോ, അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആണോ അവരുടെ ഒരു തോട്ട് ഇടുന്നത്? രണ്ട് രീതിയിലും ആവാറുണ്ട്. ഇത് ചലഞ്ച് ആവുന്ന എപ്പോഴാന്ന് ഞാൻ പറഞ്ഞുതരാം. ഡിസൈൻ ചെയ്ത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം വരും ഇത് ഇങ്ങനെ ആക്കിക്കൂടെ. അപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടും ബെറ്റർ എൻ്റെ ഓഫീസിൽ ഡിസൈനേഴ്സിനോടെ കൊടുന്നിരുത്തി കഴിഞ്ഞാൽ ഇന്ന് ഫുൾ ഇരുന്ന് പറഞ്ഞാൽ അവർക്ക് തീരില്ല. ചലഞ്ചസ് ഉണ്ടാവും തീർച്ചയായിട്ടും. ചലഞ്ചസ് ഇല്ലാതിരിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, കസ്റ്റമറെ മനസ്സിലാക്കുക. ഇൻ പോയിന്റ് ടു പോയിന്റ് മനസ്സിലാക്കുക, കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇതല്ലാതെ ഒരു മാർഗ്ഗമില്ല. ഇപ്പോൾ ജിജിനൊരു റിക്വയർമെൻ്റ് ഉണ്ട്, ജിജിൻ എൻ്റെ അടുത്തൊരു ആവശ്യമായിട്ട് വരുന്നു. ജിജിനെ ബോട്ടം ടു ടോപ്പ് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ജിജിനെ എനിക്ക് ഡിസൈൻ ചെയ്ത് തരാൻ പറ്റും. ജിജിനൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേലും ഞാൻ ഓക്കെ മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസൈനിങ് സൈഡിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് കസ്റ്റമർ പറയുന്ന റിക്വയർമെൻറ്റ്സ് നോട്ട് ചെയ്യുക, ലിസൺ ചെയ്യുക. ഇത് തന്നെയല്ലേ റിക്വയർമെൻ്റ് എന്ന് ക്ലാരിഫൈ ചെയ്യുക, കസ്റ്റമർ അടുത്ത് കൺഫർമേഷൻ എടുക്കുക, എന്നിട്ട് ഡിസൈനിങ്ങിലേക്ക് കിടക്കുക. അപ്പോൾ ഈ റിവിഷൻസ് ഒക്കെ നമുക്ക് കുറക്കാൻ പറ്റും. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ ഹെക്റ്റിക്കായിട്ട് ചില സമയത്ത് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് അല്ലേ? ഒരു പോസ്റ്റർ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ,
ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ബേസിക് ആയിട്ട് പറയുന്നത് ആ വരയൊന്ന് ഇപ്പുറത്തേക്ക് ഇടും. ഇത് വളരെ എളുപ്പമാണ് വര ഇപ്പുറത്ത്. അങ്ങനെയല്ലല്ലോ, ഇത് സ്കെച്ചപ്പിൽ പോയി ചെന്നപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഈ ടേബിൾ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുമോ, അല്ലെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള പിക്ചർ ഇവിടുന്ന് ഒന്ന് മാറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ സാർ എന്ന് പറഞ്ഞ് ചെയ്യാൻ പോവല്ല. സാറേ ഈ ഫോട്ടോ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം ഇരുന്ന് പണിയെടുക്കണം. ഇത് ഞാൻ സ്കെച്ചപ്പിലിട്ട് ഇത് ആദ്യം ഡിസൈൻ ചെയ്ത് ഇത് റെൻഡറിങ് സോഫ്റ്റ്വെയറിൽ ഇട്ട് റെൻഡർ ചെയ്തിട്ട് സാറിന് ഔട്ട് തരണം. അപ്പൊ അത്രയും വർക്ക് ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണോ, അത് റിക്വയർഡ് ആണോ, അത് കസ്റ്റമർക്ക് നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. നമ്മൾ കൊടുക്കുന്ന കൊട്ടേഷൻസിൽ ക്ലാരിഫൈ ചെയ്യുക. നമ്മൾ ഇത്ര റിവിഷൻസ് ആണ് ചെയ്യുക, അതിൻ്റെ റിവിഷൻസിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ കോസ്റ്റ് വരും. ആ റിവിഷൻസിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ കസ്റ്റമറെ ഇൻഫോം ചെയ്യുക. ഇതൊന്നും നടക്കില്ല. ഇത് കുറേ പണിയെടുക്കും, എന്നിട്ട് അവസാനം ബില്ല് കൊടുക്കും. അപ്പോൾ കസ്റ്റമർ പറയും നിങ്ങൾ പറ്റിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂ ആണ്. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഡിസൈൻ ചാലഞ്ചസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ പറയുന്ന മോഡേൺ ട്രെൻഡ്സ് ഒക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പക്ഷേ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഈ മോഡേൺ ട്രെൻഡ് എനിക്ക് ആവശ്യമുള്ളതാണോ? ഇപ്പോൾ വാളിൽ നമ്മൾ ലൂവേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. അത് ആവശ്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടമാണെങ്കിൽ അത് ആവശ്യമാണ്. അതല്ലാതെ വെറുതെ അത് അവിടെ കൊടുത്താൽ അതിനെന്താണ് അതിൻ്റെ ഉപയോഗം? ഇപ്പോൾ നമ്മൾ ആ വാളിൽ ഒരു ലൂവർ കൊടുത്തു, എന്താ അതിൻ്റെ ഉപയോഗം? ഒരു ഉപയോഗമല്ല. ലൂവർ അവിടെ നിൽക്കുന്നു, കാണാൻ ഭംഗിയുണ്ട്. ഇപ്പോൾ ഈ വാളിൽ ക്ലാഡിംഗ് ടൈലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്രിക്കിൻ്റെ. ഇതെന്താ ഇതിൻ്റെ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇതൊരു ഡിസൈൻ സ്റ്റുഡിയോ ആണ്, സോ ഇതിൻ്റെ ഉള്ളിലുള്ള സൗണ്ട് അബ്സോർബ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാം. അതല്ല അത് വെറുതെ കൊടുത്തതാണെങ്കിൽ അത് ആവശ്യമുണ്ടോ? ഇല്ല, പ്ലെയിൻലി കോൺക്രീറ്റ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്ത് പെയിന്റ് ചെയ്താൽ പോരെ. അപ്പോൾ ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ കസ്റ്റമർ റിക്വയർമെന്റ് ആൻഡ് കസ്റ്റമർ നീഡ്. ഇതാണ് അത് കസ്റ്റമറെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്, എഡ്യൂക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഈ ഇന്റീരിയർ ഡിസൈൻ ചെയ്തു തരുന്ന ഇപ്പൊ വീഡിയോസ് ആയാലും മറ്റേ ഡ്രോയിങ്സ് ആയാലും നിങ്ങൾ വെക്കുന്ന ഓരോ ചെറിയ എലമെന്റ്സും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഡിസൈനിങ്ങിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നായിരിക്കും ഇന്നൊരു ഫ്രെയിം അല്ലെങ്കിൽ ചെറിയൊരു സാധനം ഇവിടെ പ്ലേസ് ചെയ്താൽ നന്നാവും. ചിലപ്പോൾ എക്സാക്ട് സാധനം തന്നെ നിങ്ങൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു പിന്നീട്? അത് ഇങ്ങനെ ഒരു സാധനം അവൈലബിൾ ആണ് കണ്ടിട്ടാണോ നിങ്ങൾ ഡിസൈൻ ചെയ്യാറ്? ഇപ്പോൾ കൂടുതൽ ആൾക്കാർ, ഇപ്പം ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കസ്റ്റമറെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കരുത്. കാരണം കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ഇത് അവസാനം ചോദിക്കും, ഇവിടെ വെച്ചിരുന്ന ആ പാവ അതിലില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിലുള്ള പൂച്ചട്ടി എവിടെ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ ആദ്യം പറയേണ്ടത്, ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ കസ്റ്റമറുടെ അടുത്ത് പറയാം, സാറേ ഇത് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്, ഇത് ഇതുപോലെ വരുന്നതല്ല, ഇതുപോലെയുള്ള സാധനം ഉണ്ട്, അത് സാറിന് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കൊട്ടേഷനിൽ ഇൻവോൾവ് അല്ല, അത് നമുക്ക് വേറെ ചെയ്തു തരാൻ പറ്റും എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. കൂടുതലും ഞാൻ പറയുന്ന, ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ബിൽഡ് ചെയ്യുന്നതല്ല. കൂടുതൽ ആർക്കിടെക്ട്സ് ആണെങ്കിലും ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണെങ്കിലും ബിൽഡ് ചെയ്യുന്നില്ല. കാരണം സോഫ്റ്റ്വെയറിൽ ഒരുപാട് അവൈലബിൾ ആണ്. ഇപ്പോൾ AI ഒക്കെ ഒരുപാട് വന്നിട്ടുള്ളതാണ്. നമ്മളൊരു കമാൻഡ് കൊടുത്താൽ തന്നെ ബിൽഡ് ചെയ്ത് വരുന്നത്, അത് മാർക്കറ്റിലുള്ള സാധനമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളത് മാർക്കറ്റിൽ ഉണ്ടായിരിക്കും, നമ്മളത് മേടിക്കാൻ ചെല്ലുന്ന സമയത്ത് ആ സാധനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പക്ഷെ ഞാൻ ഇന്നാളൊരു ഹൗസിൽ ലൈക്ക് അവരുടെ ഡിസൈനിലെ എക്സാക്ട് സാധനം ഇന്റീരിയറിലും കണ്ടു. തീർച്ചയായിട്ടും അത് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സാധനം സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ടുള്ള സാധനം മാർക്കറ്റിൽ ഇല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് ഉണ്ടായിരിക്കും. പക്ഷെ അത് കസ്റ്റമർക്ക് റിക്വയർഡ് ആണോ, അത് ആ കൊട്ടേഷനിൽ ഇൻക്ലൂഡഡ് ആണോ, ബഡ്ജറ്റിൽ ഓക്കെ ആണോ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്താൽ മതി. അയാളുടെ അടുത്ത് മുന്നേ ഏതെങ്കിലും കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടാവും ഇത് കിട്ടിയില്ല എന്നുള്ളത്, അതുകൊണ്ട് കറക്റ്റ് ഉള്ള സാധനം മാത്രം അല്ല, ഇത് വീട് നിർമ്മാണത്തിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ ഭയങ്കര ചലഞ്ചിങ് ആണ്. പക്ഷെ അത് പ്രോപ്പർ സിസ്റ്റത്തിലൂടെ അത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്ര ചലഞ്ച് ഒന്നുമില്ല. ഓക്കെ. അതെ, ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ ആ റൂമിൽ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ്റ് അല്ലെ കേർട്ടൻ അല്ല അവിടെയുള്ള പിക്ചേഴ്സ്, ഇതൊക്കെ നമ്മളൊരു എനർജീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ വാസ്തുവായിട്ട് കണക്റ്റഡ് ആണ് ചെറിയ രീതിയിലെങ്കിലും. ചില റൂമിലേക്ക് എൻ്റർ ചെയ്താൽ നേരെ നമുക്ക് നെഗറ്റീവും അടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത്രയും കാലത്തെ ഒരുപാട് വീടുകൾ ഡിസൈൻ ചെയ്ത അനുഭവത്തിൽ നിന്ന് എങ്ങനെ നമ്മളൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന അല്ലെ എമുലേറ്റ് ചെയ്യുന്ന ഒരു റൂം ഉണ്ടാക്കുന്നത്? ഹോം എന്ന് പറയുന്നത്, വീട് എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലതായിട്ട് ആക്ച്വലി പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ഇറ്റ്സ് ഹെവൻ ഓർ ഹാപ്പി സ്പേസസ് എന്നാണ് പറയേണ്ടത്. ആക്ച്വലി ഞാൻ അങ്ങനെ ബിലീവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത് മോർ ഓവർ നല്ല പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ടായിരിക്കുക, അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ലൈറ്റ് തീംസ് യൂസ് ചെയ്യുക എന്നുള്ളത്, ഭയങ്കര ഡാർക്കായി പോകുന്നത് അത് ഓരോ ആൾക്കാരുടെയും തോട്ട് പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു ബ്ലാക്ക് കേർട്ടൻ ഇട്ടു, അതിലിപ്പോൾ അങ്ങനത്തെ ഒരു എനർജി റിക്വയർഡ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ സ്പേസിന് എന്താണോ വേണ്ടത് അത് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ നെഗറ്റീവ് എനർജീസ് ഒരുപാട് കുറക്കാൻ പക്ഷെ പറ്റും. അവിടെയും ചില സമയത്ത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ആയിരിക്കും അല്ലേ? ചിലപ്പോൾ കളേഴ്സ് ഒക്കെ ചില സമയത്തല്ല, 100% ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ ആയിരിക്കണം എന്നാണ് ഞാൻ പറയണത്. കാരണം എൻ്റെ തോട്ട് പ്രോസസ്സ് ആയിരിക്കില്ല ജിജിന്, അല്ലേ? ജിജിൻ്റെ തോട്ട് പ്രോസസ്സിനനുസരിച്ചിട്ട് വേണം ജിജിൻ്റെ സ്പേസ് ബിൽഡ് ചെയ്യാൻ. അത് എൻ്റെ ഇഷ്ടത്തിന് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഡാർക്ക് സ്പേസ് ആണെങ്കിൽ ആ ഡാർക്ക് സ്പേസ് എൻജോയ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ അതിൽ ഹാപ്പി ആയിരിക്കും. ഇപ്പം ഞാൻ പറയുന്നു എപ്പോഴും ലൈറ്റ് തീം യൂസ് ചെയ്യാനാണ്, ഞാനൊരു ലൈറ്റ് പേഴ്സൺ ആയതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറയുന്നത്.
ബട്ട് പ്രിഫറബിളി അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരെയും കാണുന്നത്. പക്ഷേ ഒരു കസ്റ്റമർ വന്നിട്ട് പറയണം എൻ്റെ റിക്വയർമെൻറ്റ് ഇതാണ്, എനിക്ക് ഇങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്, വി ഷുഡ് ഗോ ഫോർ ദാറ്റ്. അത്രേ ഉള്ളൂ. കാരണം നമ്മൾ വേറെ എന്ത് ഡിസൈൻ ചെയ്ത് കൊടുത്താലും വേറെ എന്ത് ബിൽഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും ആവില്ല. പിന്നെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു ആർക്കിടെക്ചർ പാർട്ട് നന്നാവുന്നതോട് കൂടിയിട്ട് വീട് നന്നാവില്ല. ആർക്കിടെക്ചർ പാർട്ട് നന്നായി അതുപോലെ അതൊരു നല്ല കോൺട്രാക്ടർ എക്സിക്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതൊരു സിമ്പിൾ കമ്പനിക്ക് കൊടുക്കുക എന്നുള്ളതാണ് സമാധാനമായിട്ട് വീട് നിർമ്മിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇപ്പൊ ശരിക്കും ഇൻഡസ്ട്രിയിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഫേംസ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ ശരിക്കും ഒനസ്റ്റോ ആൻഡ് മെർക്കാഡോനെ എന്താ യുണീക്ക് ആക്കുന്നത്? ഓണസ്റ്റ് ആൻഡ് മെർക്കാഡോനെ യുണീക്ക് ആക്കുന്ന ഒന്ന് ഓണസ്റ്റ് ആൻഡ് മെർക്കാഡോയുടെ പേര് തന്നെയാണ്. ഇപ്പം നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം ഒരു കസ്റ്റമർ നമ്മളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് ഓണസ്റ്റ് ആൻഡ് മെർക്കാഡോ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഇനീഷ്യലി ഈ പേര് തന്നെയാണ്. ബട്ട് പേരിനേക്കാൾ പുറമെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ ഒരു വീട് നിർമ്മിക്കണം എന്ന ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം എന്ന, അതാണല്ലോ കൺസ്ട്രക്ട് ചെയ്യുക, അതിൽ ലീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് മോട്ടീവ്. ഇങ്ങനെ ഒരു ആഗ്രഹം ഒരാളെ മനസ്സിൽ വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട സർവീസുകൾ, ആർക്കിടെക്ചർ വേണം, ആർക്കിടെക്ചർ പ്ലാൻ അനുസരിച്ചിട്ട് അത് ബിൽഡ് ചെയ്യണം, ബിൽഡ് ചെയ്തതിൽ എന്തെങ്കിലും ഇൻറ്റീരിയർ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യണം. അത് കൂടാതെ തന്നെ ഇതിൻ്റെ എല്ലാ ഗവൺമെൻറ് റിലേറ്റഡ് നൂലാമാലകളും പേപ്പർ വർക്ക്സ് എല്ലാം ക്ലിയർ ചെയ്യണം. ഒരു വീടാണെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് നമ്പർ എടുക്കുക, ടെമ്പററി ഇലക്ട്രിക് കണക്ഷൻ പെർമനൻ്റ് ആക്കുക, അങ്ങനെ ഒരുപാട് ഫങ്ഷനാലിറ്റീസ് ഉണ്ട്, അത് ക്ലിയർ ചെയ്യുക. ഈ സൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾ വൺസ് യു ചൂസ് ഓണസ്റ്റ് ആൻഡ് മെർക്കാഡോ, നിങ്ങൾക്ക് വേറൊരാളടുത്ത് പോവേണ്ടി വരില്ല. ഇതാണ് ഏറ്റവും യുണീക്കായിട്ട് പറയാൻ പറ്റുന്ന കാര്യം. ഇതിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോൾ ആർക്കിടെക്ചർ എല്ലാവരും ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന? ഇപ്പോൾ എൻ്റെ കമ്പനിയുടെ ഓണസ്റ്റ് ആൻഡ് മെർക്കാഡോയുടെ അതേ സെയിം ലെവലിലുള്ള ഒരു കമ്പനി നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവിടെ ആർക്കിടെക്ചർ സർവീസ് ചെയ്യുന്നത് ആരാണെന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബേസിക്കലി എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഇവാലുവേറ്റ് ചെയ്തതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവിടെ മോർ ഓവർ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ സ്റ്റാഫായിരിക്കും അവിടുത്തെ ഡിസൈൻ സൈഡ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയിൽ അത് കംപ്ലീറ്റ്ലി ആർക്കിടെക്ട്സ് ആണ് എന്ന് മാത്രമല്ല, ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ആണ് നമ്മുടെ കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ആർക്കിടെക്റ്റ് ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെയാണ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടേഷനും. ഈ 4 സർവീസുകളും വ്യക്തമായ പ്രോസസ്സിലൂടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സിലൂടെ അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു യുണീക്നെസ് തന്നെയാണ്. കാരണം ആർക്കും ഇതൊരു വെൽ ഡിഫൈൻഡ് പ്രോസസ്സിലൊന്നല്ല പോകുന്നത്, ജസ്റ്റ് കമ്പനി അങ്ങനെ റൺ ചെയ്ത് പോകുന്നു. സോ ഞങ്ങൾക്കൊരു വലിയ കസ്റ്റമർ വന്നു കഴിഞ്ഞാലും ചെറിയ കസ്റ്റമർ വന്നു കഴിഞ്ഞാലും ആ കസ്റ്റമർക്ക് കൊടുക്കുന്ന പ്രോസസ് വിൽ ബി സെയിം. എന്താ പറയുക, അവർ ഓപ്റ്റ് ചെയ്യുന്ന ഫെസിലിറ്റീസ് കൂടാമെന്നല്ലാതെ പ്രോസസ്സിൽ യാതൊരുവിധ വ്യത്യാസം വരുന്നില്ല. ഇത് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ബേസിക്കലി വരുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നൊരു ചോദ്യം വരാമല്ലോ. ഇപ്പോൾ നിങ്ങൾ ആർക്കിടെക്ചർ സർവീസ് മാത്രമേ കൊടുക്കുള്ളൂ. ഞാൻ അങ്ങനെയുള്ളവരടുത്ത് ഞാൻ ബേസിക്കലി പറയുന്നത്, ഇതെല്ലാം ഓരോ ഇൻഡിവിജ്വൽ റിക്വയർമെൻ്റ് ആണ്. ഓരോ ആൾക്കാർക്കും ഇതിലേത് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ വന്ന് എനിക്ക് ആർക്കിടെക്ചർ സർവീസ് മാത്രം മതി എന്നൊരു കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഓൺലി സപ്ലൈ ദാറ്റ്. അത് കഴിഞ്ഞ് 100% കംഫർട്ടബിൾ ആയി നമ്മളെ കൺസ്ട്രക്ഷണൽ കോട്ട ഓക്കെ ആയാൽ മാത്രം നമ്മുടെ കൺസ്ട്രക്ഷൻ സർവീസ് എടുത്താൽ മതി. അപ്പോൾ എന്തുകൊണ്ട് ആർക്കിടെക്ചർ സർവീസ് എടുക്കുന്നതാണ്? ആർക്കിടെക്ചർ സർവീസ് ഒരു ചെറിയ എമൗണ്ട് ഓഫ് വരുന്ന ഒരു ഏരിയയാണ്, സർവീസാണ്. ആ സർവീസിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കസ്റ്റമറെ ഹാപ്പി ആക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കസ്റ്റമർ എങ്ങനെ ഞങ്ങൾക്ക് പുതിയ വലിയൊരു കോൺട്രാക്ട് തരും? അതെ അതെ, ഒരു കാരണവശാലും കസ്റ്റമർ ആദ്യം തന്നെ പിടിച്ച് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ മാത്രം ഞങ്ങൾ ഡിസൈൻ ഫ്രീ ആയിട്ട് തരാം. ഇറ്റ് ഡോണ്ട് വർക്ക്. അത് നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യാണ്. അത് നമ്മളെ ഭയങ്കരമായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ കസ്റ്റമർ ഇൻവോൾവ്മെന്റ് മനസ്സിലാക്കി അവർക്കൊരു സർവീസ് കൊടുക്കുന്നു. ഇഫ് ദേ ആർ ഓക്കെ വിൽ ഗോ ടു ദ നെക്സ്റ്റ് വർക്ക്. അത് ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് വർക്ക്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതൊരു മോർ ഓവർ അപ്സെല്ലിംഗ് എന്നതിനേക്കാൾ ഉപരി ഞാൻ അതിനെ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കസ്റ്റമർ ഹാപ്പി ആണെങ്കിൽ അടുത്ത വർക്കിലേക്ക് വന്നാൽ മതി. അതുപോലെ തന്നെ കസ്റ്റമറെ നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഈസ് ഹി ഓക്കെ ഫോർ അവർ കമ്പനി, ആ ഒരു തീരുമാനം കൂടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇപ്പം ഈ ആർക്കിടെക്ചർ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നമ്മളുടെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ ഡിസൈനും പ്രൊജക്ട് കൺസൾട്ടിങ് ഒക്കെ. അപ്പോൾ ഇനീഷ്യലി ഈ ആർക്കിടെക്റ്റിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1, 2, 3 ആളുകൾ മാത്രമുള്ളതായിരിക്കും. ഇനി ബാക്കി പ്രോസസ്സിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന ഫീൽഡാണ് ഈ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഇൻറ്റീരിയർ ഡിസൈൻ ആണെങ്കിലും. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ കമ്പനിയിൽ എല്ലാത്തിനും ഓരോ സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അറൗണ്ട് 10 to 15 സ്റ്റാഫ്സ് ഉണ്ട്. കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം ഒരു 15 to 20 ആൾക്കാരുണ്ട്. അതിൽ സൈറ്റ് എഞ്ചിനീയേഴ്സ്, പ്രൊജക്ട് മാനേജേഴ്സ്, കോർഡിനേറ്റേഴ്സ്, പ്രൊജക്ട് കോർഡിനേറ്റേഴ്സ്, ജൂനിയർ പ്രൊജക്ട് കോർഡിനേറ്റർ, ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റർ, ഇങ്ങനെ ഒരു മേഖല തന്നെ അവിടെ ഉണ്ട്. ഇൻറ്റീരിയറിലാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് സ്റ്റാഫ്,
പിന്നെ അതുപോലെ അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടിലുള്ളവർ. ഇങ്ങനെ ഒരു വെൽ ക്രൂ തന്നെയാണ്. ഇതിൽ കൺസ്ട്രക്ഷൻ പാർട്ട് പറയുമ്പോൾ ഏറ്റവും സോഴ്സ്ഫുൾ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ലേബേഴ്സ് തന്നെയാണ്. നമ്മുടെ ഓൺ ലേബേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ഓൺ ലേബേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്വാളിറ്റി 100% നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ഒരു മെത്തേഡ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഒരു ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡ്രോയിങ് സീനിയർ ആയിട്ടുള്ള ആർക്കിടെക്ട് വരക്കുമ്പോൾ വരെ അവർ നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുടെ അടുത്ത് റെക്കമെൻഡേഷൻസ് എടുത്തിട്ടേ വരക്കുന്നുള്ളൂ. അത് ടെക്നിക്കലി അത് ഫീസിബിൾ ആവണ്ടേ? ഒരു സാധനം വരച്ചു കൊടുക്കുമ്പോൾ അത് ടെക്നിക്കലി ഫീസിബിൾ ആവണം. അത് ആ ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റിനായിട്ട് മാച്ച് ആവണം. ഇപ്പം ബഡ്ജറ്റിനായിട്ട് മാച്ച് ആവാതിരിക്കുന്ന സിറ്റുവേഷൻ വരിക, വലിയൊരു ലോങ് സ്പാൻ കൊടുക്കുകയാണ്. അവിടെ അത് ബഡ്ജറ്റ് മാച്ച് ആവാൻ ചിലപ്പോൾ അവിടെ കൊടുക്കേണ്ട കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലായിരിക്കും. സോ സ്ട്രക്ചറൽ നോളേജ് ആർക്കിടെക്ചറിന് കുറവാണെന്നുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഡൗട്ട് അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ നമുക്ക് അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇൻറ്റീരിയറിലേക്ക് ചെല്ലുമ്പോൾ അതുപോലെ തന്നെയാണ്. സോ യുണീക്നെസ് എന്ന് പറയുന്നത് അതിൽ തന്നെയാണ്. ഒരു കാര്യത്തിന് നമുക്ക് പുറത്തേക്ക് പോകണ്ട, അവിടുന്ന് തന്നെ അപ്പോൾ കറക്റ്റ് സാധാരണ ഇപ്പോൾ സൊല്യൂഷൻ. സിവിൽ ലേബർ വർക്ക് നടക്കുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റിൽ, അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു സൂപ്പർവൈസറും ഒരു ഹെഡും എല്ലാവരും അവിടെ പ്രസന്റ് ആയിരിക്കും. തീർച്ചയായിട്ടും. കാരണം പലപ്പോഴും നമ്മൾ ഈ കോൺട്രാക്ടർമാർക്കൊക്കെ വർക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ലേബർമാർ അവർക്ക് തോന്നിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി പോകുന്ന ഒരു സീനുണ്ട്. ഈ കോൺട്രാക്ടർക്ക് കൊടുത്തത് കൊണ്ട് തന്നെ ടൈമും നമുക്ക് പറയാൻ പറ്റില്ല. പല സമയത്തായിരിക്കും ഇവർ ലീവ് ചെയ്യുന്നതും വരുന്നതും ഒക്കെ. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യപ്പെടുന്നുണ്ടോ നിങ്ങളുടെ കേസിൽ? തീർച്ചയായിട്ടും ഞങ്ങളത് സോൾവ് ചെയ്യുക എന്ന രീതിയിലാണ് ഞങ്ങൾ കമ്പനിയുടെ പ്രോസസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തത്. ഒരു കൺസ്ട്രക്ഷന് ആദ്യം വരുന്നത്, ഇപ്പോൾ ആർക്കിടെക്ചർ സൈഡ് കംപ്ലീറ്റ് ആയി എന്ന് കൺസിഡർ ചെയ്യുക. കംപ്ലീറ്റ് ആയാൽ പിന്നെ നമുക്ക് വരുന്നത് ഫസ്റ്റ് മെറ്റീരിയൽ സെലക്ഷൻ ആണ്. മെറ്റീരിയൽ സെലക്ഷൻ ചെയ്തുകൊണ്ട് നമ്മൾ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യും. വൺസ് കൺസ്ട്രക്ഷൻ ഓക്കെ ആയാൽ നമ്മൾ കൈ കൊടുക്കുന്നു. ഇനി ഒണസ്റ്റോ ആൻഡ് മെർക്കാഡോ എൻ്റെ പ്രൊജക്റ്റ് ചെയ്യാമെന്ന് കൈ കൊടുത്താൽ, എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഓൾ കേരളയാണ് പ്രൊജക്ട്സ് വരുന്നത്. ഒരു സ്ഥലത്ത് മാത്രം സ്പെസിഫിക് അല്ല. സോ കേരളത്തിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ 1-2 പ്രൊജക്ട്സ് നമുക്ക് വന്നിട്ടുണ്ട്. സോ തമിഴ്നാട് ബേസ് ചെയ്തിട്ട്. സോ ഇങ്ങനെ പ്രൊജക്ട്സ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു റിമോട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ദൂര സ്ഥലത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വ്യക്തമായിട്ടൊരു സിസ്റ്റം വേണം. നമ്മുടെ കമ്പനിയിൽ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ലൊക്കാലിറ്റിയിൽ ഒരു ലേബർ ക്യാമ്പ് നമ്മൾ ഹയർ ചെയ്യും. നമ്മൾ ആ പ്രൊജക്റ്റിന് വേണ്ട ലേബേഴ്സിനെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും. ആ സൈറ്റിലേക്ക് മാത്രമായിട്ടൊരു എഞ്ചിനീയറെ നമ്മൾ ഡിപ്ലോയ് ചെയ്യും. സൈറ്റ് കംപ്ലീറ്റ്, അതായത് കസ്റ്റമേഴ്സിനുള്ള, നമ്മുടെ കൂടുതൽ കസ്റ്റമേഴ്സും അവിടെ അവൈലബിൾ ആയിരിക്കില്ല. സോ അവർക്ക് സൈറ്റിൽ എന്താണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സൈറ്റ് ഫുള്ളി CCTV സർവലൻസ്ഡ് ആക്കും. അവർക്ക് അതിൽ ലൈവ് ആക്സസ് ഉണ്ടായിരിക്കും, എന്താണ് സൈറ്റിൽ നടക്കുന്നതെന്ന് കാണാൻ പറ്റും. സോ ഇങ്ങനെയുള്ള സിസ്റ്റംസ് ആണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദെൻ വർക്ക് പ്രോസസ്സ്, ഇപ്പോൾ ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ആ കൊട്ടേഷനിൽ ക്ലാരിറ്റി വളരെ നിർബന്ധമാണ്. അത് നമ്മൾ ചെയ്യുന്നതും അങ്ങനെയാണ്. ഒരു പേയ്മെൻറ്റ് കളക്ട് ചെയ്യുമ്പോൾ ആ പേയ്മെൻറ്റ് കൊണ്ട് നമ്മൾ എന്തൊക്കെ വർക്ക് എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനീഷ്യൽ കൊട്ടേഷനിൽ തന്നെ കൊടുക്കും. കൊടുക്കുന്ന വർക്ക് ഓർഡറിൽ അത് ഉണ്ടായിരിക്കും. ആ ദിവസത്തിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ഇൻഫോം ചെയ്യും. ഓരോ വീക്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അപ്ഡേഷൻസ് പ്രോപ്പർ ആവുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആ ടൈമിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് വരുന്നത്. അത് മാത്രമല്ല, ഈ സൈറ്റ് എഞ്ചിനീയറിനെ കൂടാതെ തന്നെ ആ സൈറ്റിൽ എല്ലാ വീക്കിലും അസിസ്റ്റന്റ് പ്രൊജക്ട് മാനേജേഴ്സിൻ്റെ സൈറ്റ് വിസിറ്റ് ഉണ്ടായിരിക്കും. ഓരോ മേജർ ഇവൻ്റ് ഓഫ് കോൺക്രീറ്റ് അങ്ങനെയുള്ള മേജർ ഇവൻറ്റ്സ് നടക്കുന്നതിന് മുൻപായിട്ട് പ്രൊജക്ട് മാനേജർ ചെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. പർച്ചേസുകളെല്ലാം ആസ് പെർ ബ്രാൻഡ് തന്നെയാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് സെൻട്രലൈസ്ഡ് പർച്ചേസ് ആണ്. ഇപ്പോൾ ലോക്കലി ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പോലും സൂപ്പർവൈസർ അല്ല പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ആ സൈറ്റ് എഞ്ചിനീയർ അല്ല പർച്ചേസ് ചെയ്യുക. ഇവിടെ കമ്പനിയിൽ നിന്നുള്ള അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അവിടുത്തെ പേയ്മെൻറ്റ്സ് ചെയ്യുക. പ്രൊജക്ട് കോർഡിനേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ആ പർച്ചേസ് ഇനീഷ്യേറ്റ് ചെയ്യുക. സോ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രൊജക്ട്സ് അറ്റ് എ ടൈം റൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനും എളുപ്പമാണ്. സോ നമ്മളിത് കമ്പനി തുടങ്ങുന്നത് മുമ്പേ നമ്മുടെ ഡ്രീം ഇതാണ്, ഇങ്ങനെ ആയിരിക്കണം ഇത് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത്. അത് അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഓക്കെ. അഫ്സലിൻ്റെ ഡ്രീമിനെ പറ്റി പറയുമ്പോൾ, ഹൗ ആർ യു സീയിങ് യുവർ സെൽഫ് ഇൻ ദ നെക്സ്റ്റ് 5-10 years? എവിടെയായിരിക്കും ഒണസ്റ്റോ മെർക്കാഡോ ഉണ്ടാവുക? ഒണസ്റ്റോ ആൻഡ് മെർക്കാഡോ നെക്സ്റ്റ് 10 yearsൻ്റെ ഡ്രീം ഞാൻ പറയാം. 10 yearsൽ പാൻ ഇന്ത്യ കമ്പനി ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം വരുന്നത്. അതുപോലെ തന്നെ മിനിമം 2 to 3 ഫോറിൻ കൺട്രീസെങ്കിലും നമുക്ക് നമ്മുടെ കമ്പനിയുടെ ബ്രാഞ്ച് ഉണ്ടായിരിക്കണം. സോ ഞാനിപ്പോൾ തന്നെ അതിന് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒന്ന് മസ്കത്തിലാണ്, പിന്നെ ഒന്ന് സൗദി അറേബ്യ, ദുബായ് മനസ്സിലുണ്ടായിരുന്നു. ബട്ട് അതിലിപ്പോൾ ഒരു ചേഞ്ച്, ഖത്തറോ ബഹ്റൈനോ അങ്ങനെ എന്തോ ചിന്തിക്കുന്നുണ്ട്. ബട്ട് പാൻ ഇന്ത്യ ഇപ്പം നമ്മൾക്ക് തന്നെ ഇപ്പം തന്നെ ഓപ്പർച്യൂണിറ്റി, പൂനെയിൽ നിന്നൊക്കെ നമുക്ക് ഓൾറെഡി ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. സോ വി ആർ പ്ലാനിങ് ടു ലോനാവാല, അറിയാലോ, അവിടെ ഒരു ഓഫീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൺ ഡിസ്കഷൻ ഓർ സംതിങ്, ഇറ്റ്സ് ഗോയിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു 1-2 കമ്പനീസ് ഒക്കെ ഉണ്ടാവില്ല നമ്മൾ ഇൻസ്പയർഡ് ആവുന്ന ഈ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പം ഞങ്ങളുടെ പോലെ ഇങ്ങനെ ആർക്കിടെക്ചർ, കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ ചെയ്യുന്ന ഫേം തന്നെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
നമ്മുടെ ലോഗോ ഇനീഷ്യലി ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും യെല്ലോവും ബ്ലൂ ആണ് അതിൻ്റെ കളർ, ലോഗോയുടെ കളർ വരുന്നത്. അത് LNT ആണ്, LNT. ലാറ്റിനൽ ഞാൻ LNT അതെ ചോദിക്കാനിരിക്കായിരുന്നു. അത് ഷബാബ് ആക്ച്വലി മുൻപ് ഷബാബ് കമ്പനി ഇനി പ്രോസസ്സിലേക്ക് വരുന്നതിന് മുൻപ് ചെന്നൈയിലല്ല, ഇവിടെ പാലക്കാട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. സോ അവനെ എപ്പോഴും LNTയുടെ എംബ്ലത്തിൻ്റെ മുന്നിൽ ചെന്നിരിക്കും. എൻ്റെ അടുത്ത് ഇപ്പോഴും ഒരു ഫോട്ടോ ഉണ്ട്. നമ്മൾ കമ്പനിയുടെ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് ആദ്യം മൊണസ്റ്റോ ആൻഡ് മെർക്കാഡോ എന്ന് മാത്രമായിരുന്നു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ ഷബാബ് ഇരുന്ന് നമ്മൾ കമ്പനി തുടങ്ങിയ സമയത്ത് ഇരുന്ന് പെയിൻറ് ചെയ്യുന്ന ഒരു ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു സമയമാകുമ്പോൾ ഞാൻ കമ്പനിയിൽ തൂക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് നിലത്തിരുന്ന് അവനൊരു ഫോട്ടോയിൽ ജസ്റ്റ് ഇങ്ങനെ പെയിൻറ് ചെയ്യുന്നു. അപ്പോൾ അന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ഈ യെല്ലോ ബ്ലൂ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഇതാണ് എൻ്റെ സ്വപ്നം, ഇതാണ് കമ്പനിയുടെ സ്വപ്നം, ഇതാണ് ഇനി നമ്മുടെ സ്വപ്നം. അപ്പം അങ്ങനെ തന്നെയാണ് മൂവ് ചെയ്ത്. ബട്ട് ഇൻ എ ലോങ് റൺ നമ്മൾ മൂവ് ചെയ്ത് പോകുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ആണ് LNT പോലുള്ള കമ്പനികൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഡെവലപ്പ് ആവാനും പറ്റുള്ളൂ. സോ അവർ എയിം ഈസ് ടു ലൈക്ക് ദാറ്റ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ കൺസ്ട്രക്ഷണൽ ഏരിയയിൽ നമ്മൾ ബിൽഡേഴ്സിൻ്റെ പ്രൊജക്ട്സ് ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വി ആർ കംപ്ലീറ്റഡ് 2 projects ആൻഡ് പൈപ്പ് ലൈനിൽ കുറച്ച് പ്രൊജക്ട്സ് ഉണ്ട്. സോ ദാറ്റ്സ് വേ വി ആർ മൂവിങ്. അതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിലൊക്കെ ബിൽഡേഴ്സൊക്കെ ഹാപ്പിയാണ്. കാരണം നോർമലി ബിൽഡർ പ്രൊജക്ട്സ് എടുക്കുന്ന എല്ലാ കോൺട്രാക്ടേഴ്സും ചെയ്യുന്നത് അവരൊരു പ്രൊജക്റ്റ് എടുക്കുന്നു, എന്നിട്ട് ഏതെങ്കിലും ഒരു ടീമിന് ലേബർ കോൺട്രാക്റ്റ് കൊടുക്കുന്നു. അതാണ് ചെയ്തു വരുന്നത്. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പ്രൊജക്റ്റ് എടുത്താൽ നമ്മുടെ ലേബേഴ്സ് തന്നെ വർക്ക് ചെയ്യും. സോ പ്രൊജക്ട് ടൈം വിൽ ബി വെരി ഫാസ്റ്റ്. നമ്മളൊരു 6 month ഡ്യൂറേഷനിലാണ് ഏകദേശം G+5 വരുന്ന പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. സോ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തത് അതൊക്കെ ഇവിടെ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ സ്പീഡായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ LNT പോലെ തന്നെ നാളെ ഓണസ്റ്റ് ആൻഡ് മെർക്കാഡോ O&M എന്നൊക്കെയുള്ള രീതിയിൽ വലുതാവട്ടെ. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് പ്ലഷർ ടോക്കിംഗ് ടു യു.